അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോഷുവ ജോൺ അവറുകളാണ്. ബാംഗ്ലൂർ പാർത്തുകൊണ്ട് കർത്താവിന് വേണ്ടി ഈ കാലയളവിൽ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവപുരുഷന്റെ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദൈവം തന്നെ നടത്തിയ ഒരുപാട് നല്ല അനുഭവങ്ങളും ഓർമ്മകളും അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, സ്കിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ ഞങ്ങളെ അറിയിച്ചാൽ ശിഷ്യാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം മുഴുവനുമായി എല്ലാ പ്രിയപ്പെട്ടവരും കേൾക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. അതുപോലെ തന്നെ അരോമ ടി വിയുടെ മുൻ ലക്കങ്ങളിൽ ഒരുപാട് നല്ല നല്ല സാക്ഷ്യങ്ങൾ പബ്ലിഷ് ചെയ്യുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഇതുവരെയും നിങ്ങൾ ആ സാക്ഷ്യം കണ്ടില്ല എങ്കിൽ അരോമ ടി വി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങളത് കാണുക, കേൾക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് വലിയൊരു വിടുതലിന് കാരണമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോഷുവ ജോൺ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചോളും. ക്രിസ്തയേശുവിൽ എല്ലാ ദൈവമക്കൾക്കും വന്ദനത്തെ അറിയിക്കുന്നു. വിശേഷാൽ അരോമ ടി വിയുടെ പ്രേക്ഷകർ, അതിന്റെ മുൻപന്തിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയേൽ ജോൺ അവറുകൾ, ഈ ശബ്ദത്തെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവിൽ വന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് ജോഷുവ ജോൺ എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിൽ ഇളമ്പൽ കുറ്റിക്കോണം എന്ന സ്ഥലത്ത് 1973 എൻ്റെ അപ്പച്ചൻ്റെ പേര് സ്കറിയ, എൻ്റെ അമ്മയുടെ പേര് റാഹേൽ. ഏകദേശം 8 അംഗ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ ദൈവം എന്നെ ഭാഗ്യം നൽകി. ചെറിയ പ്രായത്തിൽ മുതൽ ഞങ്ങൾ ദി പെന്തക്കോസ് മിഷൻ, ഇപ്പോഴത്തെ ദി പെന്തക്കോസ് മിഷനാണ്, പഴയ കാലത്ത് സിലോൺ പെന്തക്കോസ് മിഷൻ എന്നറിയപ്പെടും, ആ പ്രസ്ഥാനത്തിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ ദൈവം എന്നെ ഇടയാക്കി. എൻ്റെ അമ്മ ഞാൻ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് എന്നെ പ്രതിഷ്ഠിച്ചു. ആയതിനാൽ ചെറിയ പ്രായം മുതൽ ഫെയ്ത്തുവുമായുള്ള ബന്ധത്തിൽ വളരുവാൻ ദൈവം എനിക്ക് ഇടയാക്കി. ഏകദേശം ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ വാ മുഴുവനും നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ ഞാൻ സംസാരിച്ചാൽ തിരിയത്തില്ലായിരുന്നു, സ്റ്റാമറിങ് മൗത്ത്, ടങ്. ആ ഒരു അനുഭവത്തിൽ ഞാൻ എന്തു പറഞ്ഞാലും ജനം എന്നെ കേട്ട് അത് ചിരിച്ച് കളിയാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എൻ്റെ ചെറിയ പ്രായത്തിൽ മുഴുവനും എൻ്റെ അമ്മ ഒരുപാട് അത് ഓർത്ത് കരയുവാനിടയായി. ഞാൻ സംസാരിച്ചാൽ തിരിയത്തില്ല. ഒരുപാട് പ്രാർത്ഥിക്കുകയും ഒരുപാട് കരയുകയും ചെയ്യുന്നത് എൻ്റെ കണ്ണാലെ കണ്ടിട്ടുണ്ട്. ചില രാത്രികളിലൊക്കെ ഞാൻ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ മടിയില്ല, അമ്മയുടെ കണ്ണുനീർ എൻ്റെ തലയിലും മുഖത്തും ഒക്കെ വീഴുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ചെറിയ പ്രായത്തിൽ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. ജീവിതത്തിൻ്റെ ഒരു വല്ലാത്ത ശോധനയിലൂടെ ആ ചെറിയ പ്രായം മുതൽ ഞാൻ വളർന്നതും ഞാൻ ജീവിതം നയിച്ചതും. എന്നാൽ കൃപയാൽ 14-ാം വയസ്സിൽ ദൈവത്തിൻ്റെ അഭിഷേകം എൻ്റെ മേൽ വരുവാനും ആത്മനിറവ് പ്രാപിച്ച ആ ദിനത്തിൽ തന്നെ എൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞിട്ട് ഞാൻ ശരിയായി സംസാരിപ്പാൻ ദൈവം എന്നെ ഭാഗ്യം നൽകി. ചെറിയ പ്രായം മുതൽ പ്രാർത്ഥനാ തലത്തിലും ഉപവാസത്തിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ വളരുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. മുമ്പിലുള്ളവർ, മാതാപിതാക്കൾ, നടത്തിപ്പുകാർ, ഇവരുടെയൊക്കെ ശക്തിയേറിയ ഉപദേശങ്ങൾ എൻ്റെ ജീവിതത്തിന് വഴിത്തിരിവാകുകയും അവരുടെ ഉപദേശങ്ങളിലൂടെയും അവരുടെ നിർദ്ദേശങ്ങളിലൂടെയും ചെറിയ പ്രായം മുതൽ വളരുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. എന്നാൽ ചെറിയ പ്രായത്തിൽ തന്നെ രാത്രി കാലങ്ങളിൽ ദൈവം എന്നെ ദർശനം കാണിക്കാറുണ്ടായിരുന്നു. ആ ദർശനത്തിന്റെ ആധാരത്തിൽ ആ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലും കൃപയാൽ വളരുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. എൻ്റെ പ്രാർത്ഥനാ തലം ആരംഭിക്കുന്നത് എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് എൻ്റെ അമ്മയുടെ മാവി ഒരു പ്രാർത്ഥനാക്കാരിയായിരുന്നു. അവരുടെ ആത്മീയ ജീവിതത്തിന്റെ തലം ഞാൻ കണ്ടിട്ടുണ്ട്. ഏറിയ വയസ്സ് പ്രായമുണ്ടെങ്കിൽ 86 വയസ്സുണ്ട് എൻ്റെ വല്യമ്മച്ചിക്ക്.
ഞാൻ കാണുമ്പോൾ തന്നെ ആ വെല്ലുമിച്ച് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഒരു തലം, രാത്രി മുഴുവനും പ്രാർത്ഥിക്കുന്ന ഒരു ആത്മീയ മണ്ഡലം. എൻ്റെ അമ്മയും ഒരു പ്രാർത്ഥനക്കാരിയായിരുന്നു. അതിനാൽ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ ദൈവനെ ആമൻ പരിശീലിപ്പിച്ചു. 14 വയസ്സിൽ ആത്മാ നിറവ് പ്രാപിക്കുകയും 15 വയസ്സിൽ ദൈവം എന്നെ കൃപാവരം ഏൽപ്പിപ്പാനിടയായി. കൃപാവരത്തിൽ ഏൽപ്പിക്കപ്പെട്ട ആ ദിനം മുതൽ അനേകർക്ക് പ്രാർത്ഥിപ്പാൻ വേണ്ടി അനേകർ കൊണ്ടുപോവുകയും വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ആത്മീയ ജീവിതം, ശുശ്രൂഷ ജീവിതം ഞാൻ ആരംഭിപ്പാൻ ഇടയായി തീർന്നത്. ഓരോരുത്തർ വന്ന് വിളിക്കുകയും അവിടെ നടക്കുന്ന ദൈവപ്രവൃത്തി കാണുവാനൊക്കെ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അങ്ങനെ ഞാൻ എൻ്റെ പ്രാർത്ഥന പഠിച്ചത് എൻ്റെ വെല്ലുമിച്ചിയിൽ നിന്ന്. എൻ്റെ വെല്ലുമിച്ചിയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കെട്ടിയിട്ടിരിക്കുന്ന ഭ്രാന്തന്മാരെ പോലും ചെന്ന് യേശുവിൻ്റെ നാമം പറയുമ്പോൾ തന്നെ ആ ശക്തി വിട്ടുപോയി അവർ പുറത്ത് സ്വതന്ത്രമായും സുബോധത്തോടും വരുന്നത് ആമൻ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആമൻ ഒത്തിരി പ്രാർത്ഥനയും ഒത്തിരി ഉപവാസമൊന്നും വെല്ലുമിച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ആ വിഷയത്തിന്റെ മുമ്പിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചു വരുമ്പത്തേന് സ്വർഗത്തിലെ ദൈവം ഇറങ്ങും, അവിടെ വിടുതൽ കൽപ്പിക്കപ്പെടും. അങ്ങനെ ഒരുപാട് രോഗികള്, ബന്ധനത്തിൽ കിടക്കുന്നവര്, അതുപോലെ പിശാച് പീഡിപ്പിക്കുന്നവരെയൊക്കെ ആ പ്രിയ മാതാവിന്റെ ഒറ്റ മിനിറ്റ് പ്രാർത്ഥനയാല് വിടുതൽ പ്രാപിക്കുന്നത് എൻ്റെ അമ്മ എന്നോട് പറയുകയും ആ പ്രാർത്ഥനാ തലം ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ ജീവിതത്തിലും പകർത്തിയെടുപ്പാൻ ആവുന്നിടത്തോളം ഞാൻ ദൈവാത്മാവിൽ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ വിദ്യാഭ്യാസം 10ാം ക്ലാസ് കഴിഞ്ഞു. ഞാൻ പുനലൂർ SN കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. പ്രീ ഡിഗ്രിക്ക് ശേഷം ഞാൻ BTH പഠനത്തിനായി പോകുവാനിടയായി. ഏകദേശം ഒരു 19 വയസ്സായപ്പോൾ കേരളത്തിൽ നിന്ന് ആമൻ പുറത്തു പോകുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ശുശ്രൂഷ തലമായിട്ട് ആമൻ ഓരോരോ ദേശങ്ങളിലേക്ക് പൊതു ശുശ്രൂഷയ്ക്ക് പോകുവാൻ ദൈവം ഭാഗ്യം നൽകി. ഇന്ത്യയുടെ മിക്കവാറുമുള്ള എല്ലാ സ്ഥലങ്ങളിലും കൃപയാൽ പൊതു ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ ചെന്ന് ശുശ്രൂഷിപ്പാൻ ദൈവമിടയാക്കി. എന്നാൽ 1999 ഞാൻ ബാംഗ്ലൂരിലേക്ക് കടന്നു വരികയും, യഥാർത്ഥത്തിൽ ബാംഗ്ലൂരിൽ ഞാൻ കടന്നു വരുന്നത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്നു. 2000 ഞാൻ ബാംഗ്ലൂരിൽ അവിടെ നിൽപ്പാനിടയായി. 2003 എൻ്റെ വിവാഹ ജീവിതം അവൻ ദൈവം ചെയ്യുവാനിടയായി. ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നത് രേഖ എന്ന ഒരു പെൺകുട്ടിയെയാണ്. അവർ കന്നഡ ഹിന്ദു പൂജാരിയായ ഒരു പെൺകുട്ടി രക്ഷിക്കപ്പെടുവാനിടയായി. ആ രക്ഷിക്കപ്പെട്ട പെൺകുട്ടി അവരുടെ ജീവിതത്തിന്റെ ചരിത്രം ഒന്ന് ഞാൻ ഓർമ്മിപ്പിപ്പാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുക. സർപ്പദോഷം പിടിക്കപ്പെട്ട ഒരു പെൺകുട്ടി, ചെറിയ പ്രായത്തിൽ തന്നെ സർപ്പദോഷം, ഈ കർണാടകയിൽ സർപ്പദോഷം എന്ന് പറയപ്പെടുന്ന ഇത് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് വിവാഹ ജീവിതമില്ല. അവരുടെ ജീവിതം നരകിച്ച് തീർക്കണം. പെൺകുട്ടികളിൽ മൂത്തവളായ എൻ്റെ ആ ഭാര്യ 31 വയസ്സുവരെയും ഈ സർപ്പദോഷത്തിന്റെ പിടിയിൽ പിടിക്കപ്പെട്ട് ജീവിതത്തിൽ എല്ലാവിധത്തിലെ ഹൈന്ദവ ധർമ്മത്തിലുള്ള ആ മതത്തിലുള്ള അതിലെ സർവ യജ്ഞങ്ങള്, ഹോമങ്ങള്, പൂജകള് എല്ലാം ചെയ്ത്, ഒരു ക്ഷേത്രത്തിൽ ചെല്ലും അവർ പറയും സ്വർണത്തിന്റെ പാമ്പിനെ കൊടുക്കണം, വേറൊരു ക്ഷേത്രത്തിൽ പറയും വെള്ളിയുടെ പാമ്പിനെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ പൈസ നഷ്ടമായതല്ലാതെ അതിൽ നിന്നൊരു വിടുതൽ ലഭിച്ചില്ല. എന്നാൽ രാമൻ മരണത്തോട് ആഗ്രഹിച്ചുകൊണ്ട് സൂയിസൈഡ് ചെയ്യുവാൻ പ്ലാൻ ചെയ്ത ആ ദിവസം ബാംഗ്ലൂർ രാജാജി നഗറിൽ ജോലി ചെയ്തിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ വൈകുന്നേരം ഒരു 6:30 ആയപ്പോൾ റോഡിലൂടെ കടന്നു വരുന്ന ആ സമയത്ത് ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം അവരെ ആകർഷിപ്പാനിടയായി. ഒരു കാന്തം ആകർഷിക്കുന്നത് പോലെ ആ ശബ്ദം ആകർഷിച്ചു. ആ ശബ്ദം കേൾക്കാൻ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറുവാൻ ആ ശബ്ദം തന്നെ അട്രാക്ട് ചെയ്ത് കൊണ്ടുപോകുവാൻ, മാഗ്നറ്റിക് പോലെ കൊണ്ടുപോകുവാനിടയായി. കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഒരു 6-7 പേര് കണ്ണുകൾ അടച്ച് കൈകൾ അടിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് നോക്കി ഏതോ സംസാരിക്കുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല. ആരോ ഉള്ളിൽ നിന്ന് പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു. ആ പ്രിയപ്പെട്ടവൾ അവിടെ ഇരുന്നു കഴിഞ്ഞപ്പോൾ തനിയെ അങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി. എങ്ങനാ കരയുന്നെന്ന് അറിയത്തില്ല. വിക്കി കരയുന്നത് പോലെ, ഏങ്ങലടിച്ച് കരയുന്നത് പോലെ അവിടെ ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മഞ്ഞു പെയ്തിറങ്ങുന്നത് പോലെ
ശരീരത്തിൽ ഏതോ മഞ്ഞു പെയ്തങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഹിമാലയ പർവ്വതം പോലെ ഒരു പർവ്വതം തൻ്റെ ശരീരത്തിൽ നിന്നും ആയുസ് ഉരുകി മാറുന്നത് പോലെ ഉരുകി അങ്ങ് മാറി കംപ്ലീറ്റ് അങ്ങ് സ്വതന്ത്രമായി തീർന്നു. 14-ാം വയസ്സ് വരെ സന്തോഷം അനുഭവിച്ചവൾ ഈ 31-ാം വയസ്സ് വരെ സന്തോഷം എന്താണെന്ന് അനുഭവിക്കാതെ മരണം മാത്രം ചിന്തിച്ചും ജീവിതത്തിന്റെ നിരാശയിലും ജീവിതത്തിന്റെ വലിയ ഇരുട്ടിലൂടെ യാത്ര ചെയ്തവൾ ഒരു വലിയ പ്രകാശം അവിടെ മേളിൽ കടന്നു വരികയും ഹൃദയത്തിനുള്ളിൽ താങ്ങാനൊക്കാത്ത സന്തോഷം, മനസ്സിൻ ഉള്ളിൽ ഭയങ്കര ആനന്ദം. അവൾ അവിടെ നിന്ന് പറഞ്ഞു, ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ യേശു മാത്രമേ ഉള്ളൂ. കാരണമുണ്ട്, അവൾ വീട്ടിലെ പൂജാരിയാ. സർപ്പദോഷക്കാരെന്നറിയപ്പെടുന്നവർ അവർ പൂജ ചെയ്യുന്നവരാ, വീട്ടിലെ പൂജാരിയാ. അന്ന് രക്ഷിക്കപ്പെട്ടു. അന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അടുത്തുള്ള ഒരു ചെറിയ ചർച്ചിൽ ആരാധനയ്ക്ക് പോകുവാൻ ദൈവം ഭാഗ്യം നൽകി. അവിടെ ചെന്ന് 3 ദിവസം ഉപവസിക്കാൻ പറയുമ്പോൾ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു 3 ദിവസം ഉപവസിക്കണം. അവർ ഉപവസിക്കാൻ പറഞ്ഞപ്പോൾ ഉപവസിച്ചു. 3-ാം ദിവസം ഒരു ദൈവദാസൻ ആ ചർച്ചിൽ വരികയും തലമേൽ കരം വെച്ചിട്ട് പറഞ്ഞു, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നീ വേർതിരിക്കപ്പെടും, ശ്രേഷ്ഠമായ ഒരു ഭാവി ജീവിതം ഒരുക്കപ്പെടും, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതത്തിലേക്ക് നീ പ്രവേശിക്കും. കാരണം കർണാടകയുടെ സിസ്റ്റം അനുസരിച്ച് ഒരു 24 വയസ്സ് കഴിഞ്ഞാൽ ഇവിടെ ചെറുക്കന്മാരില്ല. ഇവിടുത്തെ ചെറിയ പ്രായത്തിൽ തന്നെ 19, 21, 23-നുള്ളിൽ എല്ലാവരുടെയും വിവാഹം നടക്കും. അങ്ങനെ ഇരിക്കുന്ന ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ വരുവാൻ. ബാംഗ്ലൂരിലുണ്ട്. ആ സമയത്ത് ഞാൻ ബോംബെയിലായിരുന്നു. ബോംബെയിൽ നിന്ന് ബാംഗ്ലൂർ വീണ്ടും 40 ദിവസം ഞാൻ JP നഗറിൽ നിന്ന് ഉപവസിക്കുമ്പോൾ ഒരു ദൈവദാസൻ എൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഒരു പെൺകുട്ടിയുണ്ട്, കാണാൻ താല്പര്യമുണ്ടോ? ഒരു കന്നഡക്കാരാണെന്ന് പറഞ്ഞു. ഞാൻ കടന്നു ചെന്നു, അവരുടെ വീട്ടിലേക്ക് ചെന്നു. രേഖ എൻ്റെ അരികിലേക്ക് ആ കസേരയിട്ട് ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിന്റെ സാക്ഷ്യം പറയാൻ പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞു, 93-ൽ എൻ്റെ അപ്പൻ മരിച്ചതാ. അത് കഴിഞ്ഞ് കുടുംബത്തിന്റെ ഭാരം മുഴുവനും ഞാൻ ആ വീട്ടിലെ മൂത്തത്. 2 ആങ്ങളമാർ, 2 ബ്രദേഴ്സും 3 സിസ്റ്റേഴ്സും ഉണ്ട്. ഞാൻ ജോലിക്ക് പോയ ആ പൈസ കൊണ്ട് ഇവരെ പഠിപ്പിക്കുകയും വീട്ടിലെ കാര്യം നോക്കുകയും ഒരു സഹോദരിയുടെ വിവാഹം നടത്തി. അവർക്ക് 3 മക്കൾ. വേറൊരു സഹോദരിയുടെ വിവാഹം നടത്തി, അവർക്ക് 2 മക്കൾ. ഇത് മുഴുവനും എൻ്റെ ജോലി കൊണ്ടുള്ള പൈസയിലാണ് ഞാൻ ഇത് ചെയ്തത്. എനിക്ക് നൽകിയിരിക്കുന്ന ഈ ജോലി പൈസയിൽ ഞാൻ എൻ്റെ കുടുംബം ഇതുവരെ പോറ്റി. കുടുംബത്തിന്റെ ഭാരം ചുമന്ന ഒരു പെൺകുട്ടി അതിനെ വല്ലാതെ ഭാരപ്പെടുത്തുവാനിടയായി. ഒരപ്പൻ ചെയ്യേണ്ട സ്ഥാനത്ത് 93-ൽ അപ്പൻ ക്യാൻസർ നിമിത്തം ഭൂമോത്തൊന്ന് മാറിയതാ. ഒരപ്പൻ ചെയ്യേണ്ട സർവ്വ ഉത്തരവാദിത്വം മൂത്തവളായവൾ മുഴുവനും ചെയ്തു തീർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ വേദനപ്പെട്ടു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞാൻ മടങ്ങിപ്പോരുവാനിടയായി തീർന്നു. കാരണം 2 കൾച്ചർ, എനിക്ക് കന്നഡ അറിയത്തില്ല, എന്താ ഏതാണെന്ന് ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷെ വീട്ടിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. വീട്ടിൽ ചെന്നിരുന്ന് ഒരാഴ്ചയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊരു പച്ച ലൈറ്റ് കാണിച്ചു തന്നു. ആ പച്ച ലൈറ്റ് വന്നു കഴിഞ്ഞത്തേന് ഞാൻ എൻ്റെ കസിൻ ബ്രദറിനോട് പറഞ്ഞു, അതേ ഇവിടെ അസംബ്ലീസ് കൊണ്ട് ഒരു ശുശ്രൂഷകനാണ്, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ആരംഭിച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് ദൈവത്തിന്റെ ഒരു നിയോഗമുണ്ട് പാസ്റ്ററേ, നമുക്ക് ഒരുമിച്ച് പോയി കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ്. അന്നത്തെ നമ്മുടെ അസംബ്ലീസ് കൊണ്ട് സൂപ്രണ്ട് ആയിരിക്കുന്ന TC ഓർ സാറും അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സെൽവദാസ് പാസ്റ്ററും ഒരുമിച്ച് വന്ന് ഞങ്ങളെ ഒരുമിച്ച് യോജിപ്പിപ്പാൻ യോജിപ്പിച്ചത് മാനുഷിക മണ്ഡലത്തിൽ അവരെ ദൈവം ഉപയോഗിപ്പാൻ ദൈവം ഇടയാക്കി. ആ ദിവസം കഴിഞ്ഞു. 40 ദിവസം പ്രാർത്ഥനയിലേക്ക് പ്രവേശിപ്പാനിടയായി. ഞാൻ ചില കാര്യങ്ങൾ ആഴത്തിൽ പറയട്ടെ. കുടുംബജീവിതത്തിൽ വല്ലാത്ത പ്രയാസങ്ങൾ നേരിട്ടു. ആത്മമണ്ഡലത്തിലെ യുദ്ധം ഞാൻ ശരിക്കും അനുഭവിച്ചതാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം. ആത്മമണ്ഡലത്തിലെ യുദ്ധം എന്ന് പറഞ്ഞാൽ ആധിപത്യം പറഞ്ഞു നിൽക്കുന്ന ഈ വ്യാപാരം കുടുംബജീവിതത്തിന് വിരോധമായി വരുവാനിടയായി. ആത്മീയ വെളിപ്പാടുള്ളവർക്ക് മനസ്സിലാകും എവിടുന്ന് ആ പ്രശ്നം ഉണ്ടാകുന്നതെന്നറിയും. ഉടനെ തന്നെ ഒരു 40 ദിവസം ദൈവസന്നിധിയിലേക്ക് കുടുംബജീവിതത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന അവിടെ പാരമ്പര്യത്തിൽ കിടക്കുന്ന ഈ ശക്തിയെ ദൈവം അടിക്കാൻ വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. 38-ാം ദിനത്തിൽ ഉച്ച കഴിഞ്ഞ്
എനിക്ക് അഗാമൻ ഗാഠനിദ്ര വരികയും ഞാൻ ഒരു ദർശനം കാണുവാനിടയായി. ദർശനത്തിൽ കാണുന്നത് ഇങ്ങനെയാ: ഞാൻ ഭൂമിയിലേക്ക് എൻ്റെ വലത് കാൽ ചവിട്ടിക്കൊണ്ട് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുകയാ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. 1 കൽപ്പിക്കുന്നു, 2 കൽപ്പിക്കുന്നു, 3 കൽപ്പിക്കുന്നു. ഞാൻ നോക്കി നിൽക്കുമ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് ആമൻ ഇറച്ചിക്കടയിൽ എങ്ങനെ മാംസം കുത്തിയെരിയുമോ അതുപോലെ കൊത്തിയെരിഞ്ഞ് ആ അന്ധകാര ശക്തിയെ തമ്പുരാൻ വെട്ടി തകർത്തത് ഞാൻ ആ ദർശനത്തിൽ കാണാനിടയായി. അങ്ങനെ അന്ന് 38-ാം ദിനത്തിൽ ഈ അന്ധകാര ശക്തിയെ തകർത്ത് ദൈവം ഞങ്ങളുടെ കുടുംബ ജീവിതത്തിന് വിടുതൽ നൽകി. സാധാരണ ഈ സർപ്പദോഷക്കാർക്കൊന്നും മക്കളുണ്ടാകത്തില്ല. കാരണം കുടുംബജീവിതവും സക്സസ് ആകത്തില്ല. അത് ഹൈന്ദവ മണ്ഡലത്തിൽ നിൽക്കുന്നവർക്കേ അത് മനസ്സിലാകൂ. നമ്മുടെ പെന്തക്കോസ്തുകാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. പക്ഷേ കൃപയാൽ ആമൻ 10 വർഷം മക്കളില്ലാതെ ഞങ്ങൾ ഭാരപ്പെട്ടു. 10 വർഷം മക്കളില്ലാതെ ഭാരപ്പെടുവാനിടയായി. ഞങ്ങൾ രണ്ടുപേരും 40 കഴിഞ്ഞു. ആമൻ ഞാൻ ഈ TPM-ൽ വളർന്നതുകൊണ്ട് മരുന്നിനോട് എനിക്ക് താല്പര്യമില്ല, വൈദ്യശാസ്ത്രത്തിൽ എനിക്ക് വിശ്വാസവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, എനിക്ക് ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. ബാംഗ്ലൂരിലെ മേജർ 2 ഹോസ്പിറ്റൽ ഞങ്ങൾ പോയി. ഒന്ന് വൊക്കാട്ട് ഹോസ്പിറ്റല്, ഇപ്പൊ അതിന് ഫോർട്ടീസ് എന്നറിയപ്പെടും. ആ ഹോസ്പിറ്റലിൽ പോയി സർവ റിപ്പോർട്ടുകളും ശരീരത്തിന്റെ സർവ ടെസ്റ്റുകളും ചെയ്തു. ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി: ജനിതക ശാസ്ത്രത്തിൽ ഒരു പിതാവാകാൻ യോഗ്യത എനിക്കില്ല. നമ്മുടെ സെവന്റെ കൗണ്ട് ഏകദേശം ഒരു 38-40 മില്യൺ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ നിന്ന് കുഞ്ഞുണ്ടാകുകയുള്ളൂ. എനിക്ക് 18-നും താഴെയാ. ജനിതക ശാസ്ത്ര പ്രകാരം എൻ്റെ ശരീരത്തിൽ ഒരു കുഞ്ഞ് പ്രൊഡ്യൂസ് ആകത്തില്ല. ഞങ്ങൾ രണ്ടുപേരും 40 കഴിഞ്ഞു. ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിപ്പാനിടയായി. ഈ 10 വർഷം ദൈവം എന്നെ നടത്തിയ വഴികളെന്ന് ഓർത്താൽ എനിക്ക് നൽകിയ ട്രെയിനിങ്ങാ. മക്കളില്ലാത്തതിൻ്റെ വേദന എന്താണെന്ന് യാമൻ ശരിക്ക് ദൈവം എന്നെ പഠിപ്പിപ്പാനിടയായി. 1, എൻ്റെ ശരീരത്തിന്റെ ബലഹീനത. 2, 40 മേളിൽ കഴിഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിവില്ലാതെ ആമൻ രാത്രി മുഴുവനും പായിൽ തറയിൽ അങ്ങ് ഇരിക്കും. അപ്പ എന്നും പറഞ്ഞങ്ങ് ഇരിക്കത്തേ ഉള്ളൂ. അപ്പനല്ലാതെ നമുക്ക് ഭൂമിയിൽ ആരുമില്ല. കാരണം മനുഷ്യനാൽ ഒന്നും കഴിയത്തില്ല. വൈദ്യശാസ്ത്രത്തിന് കഴിയത്തില്ല, മെഡിസിന് കഴിയത്തില്ല. ആമൻ ആ കാലങ്ങളിൽ ഈ നെഞ്ചിനകത്തേക്കൊക്കെ ഒരു വേദന കയറി കഴിഞ്ഞാൽ അത് പോകാൻ 2-3 ആഴ്ചകൾ പിടിക്കും. ഇതാ മക്കളില്ലാത്തതിന്റെ വേദന എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് മനസ്സിലാകുന്നവർക്കേ, അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാകൂ. 2 തലയിലേക്ക് നമ്മുടെ ഈ ചൂണ്ട വെച്ച് ഒരു കൊളുത്തി വലിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വെട്ടിപ്പിടിക്കുമോ, കൊളുത്തിപ്പിടിക്കുമോ, കൊച്ചിപ്പിടിക്കുമോ, ഇതുപോലെ തലയ്ക്കങ്ങ് വേദന കയറും. വേദന കയറിക്കഴിഞ്ഞാൽ പിന്നൊന്ന് റിലീസ് ആകണേ 4-5 ദിവസം കഴിയണം. ഇത് മക്കളില്ലാത്തതിന്റെ വേദന ശരീരത്തെ ശരിക്ക് ദണ്ഡിപ്പിക്കും. ആ നാളുകളിൽ മുഴുവനും പായിലിരുന്നു. ആമൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എൻ്റെ അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എൻ്റെ സഹോദരങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാത്രിയുടെ യാമങ്ങളിൽ തറയിലോട്ട് ഇരുന്ന് കഴിഞ്ഞാല് അപ്പ എന്നും പറഞ്ഞങ്ങ് ഇരിക്കുകയാ. ദൈവമേ നിന്റെ കരം ഇറങ്ങണേന്നും പറഞ്ഞിരിക്കുകയാ. ഒരു രാത്രിയില് ഞാൻ ആ ഒരു ഗാഠനിദ്ര എൻ്റെ മേൽ വന്നു. ആമൻ യേശു അപ്പച്ചൻ ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു മോനെ തരും. കൃപയാൽ ആമൻ ആ ദിവസം എൻ്റെ അമ്മ ദർശനം കാണുന്നു. എൻ്റെ അമ്മ അവസാന ദിവസങ്ങളിലൊക്കെ ആമേൻ ഏകദേശം 2-2.5 വർഷം ആമവാദം പിടിക്കപ്പെട്ട് ബെഡിൽ മാത്രം കിടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ പ്രാർത്ഥനാക്കാരിയാ. 24 മണിക്കൂർ പ്രാർത്ഥിക്കുക. ഓൾ നൈറ്റ് പ്രയർ ഞാനും എൻ്റെ അമ്മയും കൂടെ ചെയ്യുന്നത്. ആമൻ അങ്ങനെയുള്ള അമ്മ ആമവാദത്താൽ പിടിക്കപ്പെട്ട് ബെഡിൽ 1ഉം 2ഉം എല്ലാം ബെഡിലാണ് എടുക്കുന്നത്. എൻ്റെ ഇളയ പെങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആമൻ ഒരു പ്രഭാതത്തിൽ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഞാൻ സ്വർഗത്തിൽ നിന്നൊരു മോനെ മേടിച്ചു, രേഖയുടെ കയ്യിൽ കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു മോനെ മേടിച്ചു, ഞാൻ രേഖയുടെ കയ്യിൽ കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ അങ്ങ് വാവിട്ട് കരഞ്ഞുപോയി. കാരണം 2 ആഴ്ചയ്ക്ക് മുമ്പ് ദൈവം എന്നോട് സംസാരിച്ച വാക്യമാണ്. ഇത് പറയുകയും ആ മാസത്തിൽ തന്നെ ദൈവത്താൽ അവൾ ഗർഭവതിയായി തീരുവാൻ ദൈവമിടയാക്കി. ആമേൻ. അമ്മ കുഞ്ഞിനെ കാണുന്നതിന് മുമ്പ് തന്നെ അമ്മ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു. അവൾ പ്രഗ്നൻസിയിൽ 7-ാം മാസത്തിലായപ്പോൾ അമ്മ നിത്യതയ്ക്ക് യാത്ര ചെയ്തു. കൃപയാല് ആമേൻ
ഏകദേശം 3 kg 400 ഗ്രാമുള്ള കുഞ്ഞിനെ അനോർമൽ ഡെലിവറി ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം നൽകി. ഞാൻ ഇതിനകത്ത് എന്തിനാ എൻ്റെ ആത്മീയ സാക്ഷ്യത്തിന്റെ ആഴം എടുത്തിടുന്നതെന്ന് ചോദിച്ചാൽ, ഭൂമിയിലെ ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞാൽ മക്കളില്ലാത്ത വേദനയാണ്. ആമൻ. ഒരു കുടുംബത്തിന്റെ നിരാശ കൊണ്ട് മൂടി, ഇരുട്ടുകൊണ്ട് മൂടി, ജീവിതം വല്ലാതെ എന്തിനാണെന്ന് വേദനിച്ച് നിൽക്കുമ്പോൾ ഞാൻ അവരോട് പറയാൻ ഒരു കാര്യമുണ്ട്. ആമൻ. ഇന്നും ജനനം നൽകുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഇന്നും ചെകിടിനെയും കുരുടനെയും സൃഷ്ടിക്കുന്നത് ഞാനല്ലയോ എന്ന പുറപ്പാട് പുസ്തകത്തിൽ ദൈവം പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ യോഗ്യത നോക്കിയല്ല, നമ്മുടെ ശരീരത്തിന്റെ പക്വത നോക്കിയല്ല, നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥകൾ നോക്കിയല്ല ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ദൈവമാ ഇന്നും സൃഷ്ടിക്കുന്നത്, ദൈവമാ ഇന്നും സൃഷ്ടിക്കുന്നത്, ദൈവമാ ഇന്നും സൃഷ്ടിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ അനുഭവമാ ഞാൻ വിളിച്ചു പറയുന്നത്. എൻ്റെ മോനിപ്പം 15 വയസ്സായി. ആമേൻ. കൃപയാൽ അവൻ 8ാം ക്ലാസ്സിൽ ICS സിലബസിൽ പഠിക്കുന്നു ഞങ്ങൾ. ആമേൻ. എൻ്റെ കുടുംബജീവിതം, എൻ്റെ മോന്റെ പേര് സംജയ് ജോൺ എന്നാണ്. അവനൊരു പ്രാർത്ഥനക്കാരനാണ്. ഞാൻ മോനെ അരികിൽ വിളിച്ചിട്ട് ഞാൻ ഒന്നേ പറഞ്ഞോളൂ, കുഞ്ഞേ, നമുക്ക് ഭൂമിയിൽ ഏത് സമയത്ത് നമ്മൾ ഇവിടുന്ന് പോകണം. കാരണം ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അഭിഷേകത്തിൽ നിന്നോണം, പ്രാർത്ഥനയിൽ നിലനിന്നോണം. ഇത് രണ്ടുമേ എൻ്റെ മോനോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവനും കൃപയാൽ പ്രാർത്ഥിക്കുന്ന ഒരു പൈതലാണ്. പ്രാർത്ഥിപ്പാൻ ദൈവം അവനെ അഭിഷേകം ചെയ്തു. ഇനി എൻ്റെ ശുശ്രൂഷ ജീവിതത്തിന്റെ അനുഭവങ്ങൾ, ചെറിയ പ്രായം മുതൽ ഒരുപാട് ദൈവപ്രവൃത്തി കാണുവാൻ ദൈവം എന്നെ ഇടയാക്കിയിട്ടുണ്ട്. ദൈവം ആരാണെന്ന് നമ്മുടെ ബുക്ക് നോളജ് അല്ല ദൈവം, തിയോളജി അല്ല ദൈവം, ഫിലോസഫി അല്ല ദൈവം, അനുഭവങ്ങളല്ല. അത് അപ്പനും മോനുമാ ദൈവം. ഞാൻ അങ്ങനെ അനുഭവിക്കുന്നത്. പപ്പായേ ഒന്ന് വിളിച്ചാൽ മതി, ആ സ്പോട്ടിൽ അപ്പച്ചന് അടുത്തുണ്ട്. ഇതാട്ട് നമുക്കൊരു ഡീപ്പ് റിലേഷൻഷിപ്പാണ് വേണ്ടത്, അപ്പൻ മകൻ ബന്ധം. കാരണം 1-2 വാക്യം കൂടെ ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയട്ടെ. അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ സ്വപുത്രന്റെ ആത്മാവിനെ, അതിന്റെ അർത്ഥം എന്നെ മകനാക്കി എന്നാ അതിന്റെ അർത്ഥം. ആമൻ. യോഹന്നാൻ 1:12 ആമൻ മക്കളാകാനാ അധികാരം കൊടുത്തത്. ഞാൻ ദത്തെടുക്കപ്പെട്ട പുത്രനാ, എൻ്റെ അപ്പാ എന്ന് വിളിക്കുമ. ദൂരെ ഇരിക്കുന്ന ഒരാളല്ല. ആമൻ. മഹാപരിശുദ്ധനെ നിത്യനെ എന്നൊന്നും പറയാനൊന്നും എനിക്കറിയത്തില്ല. അപ്പച്ച എന്ന് എൻ്റെ ഭാഷയിൽ ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ അരികിൽ ചെന്നിട്ട് അപ്പച്ച എന്ന് പറയുമ്പോൾ, ഞാൻ ഒരു തുള്ളി കണ്ണ് പൊടിഞ്ഞാൽ, എൻ്റെ കണ്ണ് പൊടിഞ്ഞാൽ എൻ്റെ അപ്പൻ ഓൺ ദ സ്പോട്ടിൽ എൻ്റെ അടുത്ത് വരും. എൻ്റെ അപ്പച്ചന് എൻ്റെ അടുത്ത് അന്നേരം വരും. ഇത് അപ്പൻ മക്കൾ ബന്ധം. ഈ ഒരു ബന്ധത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതമൊക്കെ ഫ്രോഡാണെന്നേ. അതൊക്കെ ഫ്രോഡാ. ഉള്ള കാര്യം പച്ചക്കങ്ങ് പറയുക. അതൊന്നും അല്ല ആത്മീയ ജീവിതം. അപ്പൻ മക്കൾ ബന്ധമാണ്. അപ്പൻ്റെ സ്നേഹം അനുഭവിക്കുക, അപ്പന് സ്നേഹം കൊടുക്കുക. ഇതൊരു വല്ലാത്ത ടേസ്റ്റാ. ആ ഒരു ടേസ്റ്റിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം കൂടെ ചെയ്യുക. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മിറാക്കിളുകൾ കാണാൻ ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. ആമേൻ. ഞാൻ ഈ ബാംഗ്ലൂരിൽ വന്ന് ചർച്ച ആരംഭിക്കുന്നത് ആമൻ BTL ലേഔട്ട് എന്ന് പറഞ്ഞാൽ മടിവാളയ്ക്ക് അടുത്ത BTL ലേഔട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ജയദേവ ഹോസ്പിറ്റലുണ്ട്, ഹാർട്ട് ഹോസ്പിറ്റലുണ്ട്. എൻ്റെ ബാക്കിൽ ഈ അരസു കോളനി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഞാൻ സുവിശേഷ വേല ആരംഭിക്കുന്നത്, ചർച്ച് മിനിസ്ട്രി ആരംഭിച്ചത്. ഏകദേശം 10-23 തമിഴ് വ്യക്തികളെ സ്നാനപ്പെടുത്തി അങ്ങനെ ഞാൻ അസംബ്ലി സ്കൂളിന്റെ ചർച്ചുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമൻ. അവിടെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു അവിടെ നിന്ന് വിടാൻ പറഞ്ഞു. വിട്ടപ്പോ എന്നോട് പറഞ്ഞു, നീ വിജയനഗർ എന്ന സ്ഥലത്ത് അത്തിക്കുപ്പ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, വിജയനഗർ അത്തിക്കുപ്പ. അവിടെ ഞാൻ 2003 ഇവിടെ വരുമ്പോൾ ഇത് റൗഡി സെന്ററാണ്. ആ കാലഘട്ടങ്ങളിൽ വെട്ടും കുത്തും ഒക്കെ ചെയ്യുന്ന ഗ്യാങ്ങുകൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയ ബാംഗ്ലൂരിലെ ഏരിയ. 1 കാമാക്ഷിപ്പാളയ, 2 അത്തിക്കുപ്പ, ഗുഡിതകള്ളി, ഈ പറയുന്ന ഏരിയകൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ റൗഡികൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയകളാണ്. ഇവിടെ കൊട്ടേഷൻ ടീം മൊത്തം കിടക്കുന്നത്. ഞങ്ങൾ ഈ അത്തിക്കുപ്പയുടെ തൊട്ട് താഴെ ദീപാഞ്ജലി നഗരയുടെ അടുത്ത് തന്നെ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്.
ആ റെയിൽവേ ട്രാക്കിൽ ഒരാഴ്ചയിൽ 13, 14, 15 ഡെഡ് ബോഡികൾ. കാരണം ഒരു വെട്ടി ചായച്ച് അവിടെ അങ്ങ് കൊണ്ടിട്ടേക്കുക. ഒരു ഗ്ലാസ് ചാരായം മേടിച്ചു കൊടുത്തിട്ട് അവനെ ചായക്കാൻ പറഞ്ഞാല് അവർ ചായച്ചിട്ട് വരുന്നൊരു ഒരു സിസ്റ്റമായിരുന്നു ആ കാലങ്ങളിൽ ഇവിടെ. ഇവിടെ ഈ അടി ഇടി കൊല എന്നൊക്കെ പറയുന്നത് അവർക്കൊരു പുത്തിരിയല്ല. നമ്മള് ചായ കുടിക്കുന്നത് പോലെ ഇവരിതിനെ കാണുന്നത്. ഞാൻ ഈ ദേശത്ത് വന്നു കഴിഞ്ഞപ്പോൾ, ക്ഷേത്രങ്ങളാൽ തിങ്ങിപ്പാർക്കുന്ന ഈ സ്ഥലത്ത് എന്നോട് ഒരു വാക്യം ദൈവം ഇടപെട്ടു. ഉള്ളങ്കാൽ പതിയുന്ന ദേശം തരും. അബ്രഹാമിനോട് പറഞ്ഞ വാക്കാത്, ഉള്ളങ്കാല്. അതുകൊണ്ട് ഞാൻ വൈകിട്ട് ചെരുപ്പെടാതെ വൈകുന്നേരം ഇറങ്ങി നടക്കാൻ തുടങ്ങി. കാരണം ഉള്ളങ്കാല് പതിയണം. ആമൻ അന്യഭാഷയും പറഞ്ഞുകൊണ്ട് ആമൻ ഈ ഓരോരോ സ്ട്രീറ്റിലൂടെ നടക്കാൻ ആരംഭിച്ചു. ഇപ്പോഴും ഇവിടെ ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും വീട് കൊടുക്കത്തില്ല. കൃപയാൽ ഈ ദേശത്ത് വന്ന് 8 മാസം ഒരു റൂമിലിരുന്ന് പ്രാർത്ഥിച്ചു. വേലയൊന്നുമില്ല, റൂമിലിരുന്ന് അങ്ങ് പ്രാർത്ഥിക്കുക. കാരണം ഇവിടെ ഒന്നും ചെയ്യാൻ ഒക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാൻ വന്നത്. എനിക്ക് ഭാഷ അറിയത്തില്ല, ഇവിടുത്തെ സിസ്റ്റം അറിയത്തില്ല, കൾച്ചർ അറിയത്തില്ല, ആരെയും പരിചയമില്ല. വൈഫുണ്ട്, ഞാനുണ്ട്, വൈഫിന്റെ കുടുംബക്കാര് ഏതാനും ചിലരുണ്ട്. അത് നിമിത്തം എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്നെ ദൈവം പിടിച്ചു കൊണ്ടുവന്ന് കെട്ടിയിട്ടതാ ഇവിടെ. ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാ. ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറയും, കർത്താവേ, എനിക്ക് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ എല്ലാ വൈകുന്നേരത്തും ചെരുപ്പിടാതെ ഉള്ളങ്കാൽ പതിയുന്ന ദേശം നിനക്ക് തരുമെന്ന് പറഞ്ഞതുപോലെ ഉള്ളങ്കാൽ തന്ന ദേശത്തേക്ക്, ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ ചെരുപ്പിടാതെ എല്ലാ രാത്രിയിലും ഇറങ്ങി ഓരോരോ സ്ട്രീറ്റിലും കൂടെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. സംഭവിച്ചത് പറയട്ടെ, ഏകദേശം 1 വർഷത്തോളം പ്രാർത്ഥിച്ചു. പിന്നെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവത്തിന്റെ ശക്തി ദേശത്തിറങ്ങി. ദേശത്തിന്റെ ഈ കൊലപാതകത്തിന്റെ വ്യാപാരത്തെ ദൈവം ശാസിച്ചു. അതിനുശേഷം പിന്നെ ഡെഡ് ബോഡി അവിടെ ഞങ്ങൾ കണ്ടിട്ടില്ല. പ്രാർത്ഥനയുടെ ശക്തി മാത്രമല്ല, ദൈവത്തിന്റെ കരുണ. ദൈവത്തിന് ദേശത്ത് നിർത്തുവാൻ ചില വിശുദ്ധന്മാരെ വേണം. ഇരുട്ടറയപ്പെട്ട ദേശത്ത് പോയി ഒരാൾ നിന്ന് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ആ ദേശത്തിന്റെ ഇരുട്ടിനെ തകർത്തിട്ട് ദൈവത്തിന് ആ ദേശത്തിന് വെളിച്ചം നൽകാൻ കഴിയുമെന്ന് ജീവിത അനുഭവത്തിലൂടെ അനുഭവിച്ചറിയുവാൻ ദൈവം എനിക്ക് ഇടയാക്കി. കൃപയാല് അങ്ങനെ ഇവിടെ കിടക്കുന്ന ഈ റൗഡി ഗാങ്ങൾ മുഴുവനും ചിന്നിച്ചിതറിപ്പോയി. ഇപ്പൊ ഇവിടെ അടിയില്ല, ബഹളമില്ല, ഒന്നുമില്ല. സമാധാനത്തോട് ഇവരൊക്കെ ജീവിക്കുന്നുണ്ട്. പക്ഷേ അന്നത്തെ പ്രാർത്ഥന ഇന്നും കളഞ്ഞിട്ടില്ല. സഭ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ബാംഗ്ലൂർ സിസ്റ്റത്തിൽ ഈ തമിഴ് മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയിലാ നമ്മുടെ കേരളക്കാരും തമിഴന്മാരും വന്ന് ചർച്ച് മിനിസ്ട്രി ആരംഭിക്കുന്നത്. ഇവിടുത്തെ കന്നഡ ബെൽറ്റിലേക്ക്, ആ ദേശത്തിന്റെ ഓരോരോ ബെൽറ്റ് ഉണ്ട്. ഹിന്ദി ബെൽറ്റ്, കന്നഡ ബെൽറ്റ്, തെലുങ്ക് ബെൽറ്റ് എന്ന് പറയുന്നത് പോലെ ആ ബെൽറ്റിലേക്ക് ആരും ചെല്ലത്തില്ല. കാരണം അവിടെ ചർച്ചും വളരത്തില്ല, ആത്മാക്കളും കിട്ടത്തില്ല. നമ്മുടെ ജീവിതത്തിന് വലിയ പ്രയാസം വരും. പക്ഷേ ദൈവം ഐക്യപ്പെടുന്നവര് ചില ദേശങ്ങളിൽ ചെല്ലുവാൻ തയ്യാറാണെങ്കിൽ പിന്നത്തേതിൽ ആ ദേശത്തിന്റെ മേൽ വലിയ ദൈവപ്രവൃത്തി കാണുവാൻ ഇടയായിത്തീരും. അന്ന് ഞങ്ങൾ ഇവിടെ നോക്കിയ ഒരു 10-12 കിലോമീറ്ററിനുള്ളിൽ വീടുകളിൽ ചെയ്യുന്ന 2, 3, 4 വീടുകളിലെ പ്രാർത്ഥനയുള്ളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ 2025 എനിക്ക് സന്തോഷത്തോടെ വിളിച്ചു പറയാൻ കഴിയും, ഹൗസ് ചർച്ചസ് ഒരുപാട് ഈ കന്നഡ ബെൽറ്റിലാകുവാൻ ദൈവം ഭാഗ്യം നൽകി. സാക്രിഫൈസ് ചെയ്യാതെ ഒന്നും നടക്കത്തില്ല, വില കൊടുക്കാതെ ഒന്നും നടക്കത്തില്ല. ഇന്ത്യയുടെ പട്ടണങ്ങളിൽ നിൽക്കുന്നവരുണ്ട്, പക്ഷെ ഗ്രാമങ്ങളിൽ പോയി തന്നെത്താൻ ത്യജിച്ച് ആഹാരമില്ലാതെയും വസ്ത്രമില്ലാതെയും സാക്രിഫൈസ് ചെയ്യുന്ന ദേശങ്ങളിലെല്ലാം പിന്നത്തേതിൽ ആത്മാക്കൾ കൂട്ടമായി എഴുന്നേൽക്കുന്നത് കണ്ണാലെ കാണുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഇവിടെ വർക്ക് ആരംഭിക്കണമെന്ന് പ്ലാൻ ചെയ്ത് 8 മാസം റൂമിനകത്തിരുന്ന് പ്രാർത്ഥിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ആ ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ആഹാരവും പ്രാർത്ഥിച്ച് വാങ്ങിക്കഴിക്കും, വസ്ത്രവും പ്രാർത്ഥിച്ച്. കാരണം അപ്പൻ തരുന്നത് നമുക്ക് നന്നായി അറിയാം. അതൊരു വല്ലാത്ത ടേസ്റ്റാ വിശ്വാസ ജീവിത. ആരിൽ നിന്നും പ്രതീക്ഷയില്ല, ആരോടും ചോദിക്കാനില്ല, ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ആവശ്യങ്ങളുടെ മുമ്പിൽ തറയിലോട്ടങ്ങിരിക്കും. അപ്പൻ തക്ക സമയത്ത്, ആ സമയത്ത് തന്നെ ഒത്തിരി അനുഭവങ്ങളാ
നമ്മുടെ ആത്മീയ ജീവിതത്തെ ഉറപ്പിക്കുന്ന. അനുഭവമില്ലാത്തവർക്കൊന്നും ആത്മീയ ജീവിതത്തിൽ നിൽക്കാനൊക്കത്തില്ല. ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറയട്ടെ. ആമേൻ. എൻ്റെ വർക്ക് ആരംഭിച്ചതിന് ശേഷം എൻ്റെ വൈഫ് ജോലി റിസൈൻ ചെയ്തു. എൻ്റെ ജോലി റിസൈൻ ചെയ്തു. അവള് തുങ്കൂരുള്ള സിദ്ധഗംഗ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബി എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആമൻ ഒരു പെൺകുട്ടിയാ. അത് കഴിഞ്ഞിട്ട് MBA കൂടെ കഴിഞ്ഞ ഒരു പെൺകുട്ടി. അവള് ജോലി റിസൈൻ ചെയ്തു. ആമൻ. വിശ്വാസ ജീവിതം ദൈവം പഠിപ്പിച്ച നാളുകള്. ആമൻ. അവളും ഇരിക്കാൻ തുടങ്ങി, ഞാനും ദൈവസന്നിധിയിലിരുന്നു. ഒരു ദിവസം നോക്കിക്കഴിഞ്ഞപ്പോൾ വീട്ടില് ഒന്നുമില്ല. എൻ്റെ വൈഫ് എന്നോട് വന്നിട്ട് ഒരു കാര്യവും പറഞ്ഞത്, അമ്മ നീയും എങ്ങും പോകത്തില്ല, ഞാനും ജോലിക്ക് പോകാൻ വിടത്തില്ല, നമ്മൾ എങ്ങനെ ജീവിക്കും? ഞാൻ പറഞ്ഞു, ഇന്ന് അപ്പൻ്റെ വിടുതൽ നീ കാണാൻ പോവുക, ഇന്ന് അപ്പൻ തൊടുന്നത് കാണാൻ പോകുക, ഇന്ന് വലിയ മിറാക്കിൾ നടക്കുക. അതിരാവിലെ ഒരു ബെഡ്ഷീറ്റ് മൂടി ഞാൻ ബെഡിൽ നിന്ന് താഴെ ഇറങ്ങി ആമ ഒരു പായിട്ട് അവിടെ ഇരുന്ന്. ആമ എങ്ങും എഴുന്നേറ്റ് പോയില്ല. ഒരു 4:30 ആയപ്പോൾ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ വന്നു. ആ ദിവസമാണെങ്കിൽ അടുക്കളയിൽ ഒന്നുമില്ല. ആ ഒരു തലത്തിലാണ് നിൽക്കപ്പെടുന്നത്. വല്ലാതെ ഭാരപ്പെട്ട അവളും നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. 4:30 ഒരാൾ വന്നു. അദ്ദേഹം 2-3 മാസം കൂടി ഇരിക്കും ഒന്ന് വരും. വന്നിട്ട് അദ്ദേഹം ഒരു 10 മിനിറ്റ് കാര്യം പറയും, ഒന്ന് പ്രാർത്ഥിക്കും, ഒരു കവറ് തരും, അദ്ദേഹം അങ്ങ് പോകും. ആ കവറിനകത്ത് ഒരു 200-300 രൂപയോ വല്ലതും വെക്കും. ഞാനത് ബൈബിൾ ഓപ്പൺ ചെയ്യും, ബൈബിളിനകത്തോട്ട് വാങ്ങും, പ്രാർത്ഥിക്കും. ആ മനുഷ്യൻ അന്നും അതുപോലെ വന്നു 5 മിനിറ്റ് അന്നൊരു 15 മിനിറ്റ് ഇരുന്ന് കാര്യം പറഞ്ഞു. കാര്യം പറഞ്ഞതിന് ശേഷം എൻ്റെ കയ്യിലേക്ക് പ്രാർത്ഥിക്കാൻ സമയത്ത് ഈ കവർ തന്നു. ഞാൻ ഈ കവർ എടുത്തു, ബൈബിളിനുള്ളിൽ വെച്ചു, പ്രാർത്ഥിച്ചു. അദ്ദേഹം പോയി. ഞാൻ വൈഫിന്റെ കയ്യിലോട്ട് അത് കൊടുത്തു. ഞാൻ പറഞ്ഞു, നീ തന്നെ അത് പൊട്ടിച്ച് നീ തന്നെ നോക്കാൻ പറഞ്ഞു. കൃപയാൽ പറയട്ടെ, അവൾ പ്രാർത്ഥിച്ചു, ആ കവർ പൊട്ടിച്ചപ്പോ ഇത് 2006 വിഷയമാണ്. 68,000 ചെക്ക അതിനകത്ത് ദൈവം നൽകിയത്. ദൈവം സർവശക്തൻ. എൻ്റെ അപ്പൻ എന്നെ പോറ്റുന്നവനാ. ബുക്ക് നോളജ് അല്ല ഇത്. ഇതുപോലെ എത്രയോ മിറാക്കിളുകള്, ദൈവത്തിന്റെ മിറാക്കിൾ മാത്രമാ കൃപയാൽ ജീവിതത്തിലുള്ളത്. ചർച്ചിന് വേണ്ടി ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്കൊരു ആലയം വേണമല്ലോ, എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ ഇടവില്ലല്ലോ, ഞാൻ എത്രത്തോളം ഈ റൂമിനകത്ത് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു സഹോദരി എന്ന് എന്നോട് പറഞ്ഞു, ഒരു ഹാളുണ്ട്, ഒരു 2 ബെഡ്റൂം ഉണ്ട്, ഈ ദേശത്ത് ഒരു ജഡേസ്വാമി എന്ന് പറഞ്ഞൊരു വലിയ സ്വാമിയുണ്ട്, 86 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ബിൽഡിങ് ഹ്യൂജ് എമൗണ്ട് വാടക. അന്ന് തന്നെ അതിന് 10,000 രൂപ വാടക 2006. ഞങ്ങൾക്ക് ചർച്ചും ഇല്ല, വിശ്വാസികളും ഇല്ല, വല്ലപ്പോഴും ഇതുപോലെ പ്രാർത്ഥിക്കാൻ വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാനും വൈഫും കൂടെ ചെന്നു. ആ റൂം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കാരണം ഒരു 10-50 പേർക്ക് ഇരിക്കാം, 2 റൂമും ഉണ്ട്. ഒരു റൂം പാസ്റ്റർമാർക്ക് കൊടുക്കാം, ഒരു റൂം ഞങ്ങൾക്ക് എടുക്കാം. ഞാൻ കണക്ക് കൂട്ടി. അവിടെ ചെന്നപ്പോൾ എൻ്റെ വൈഫും ഉണ്ട്. ആ ജഡേസ്വാമി ഭയങ്കര ആചാരഭാഗമായി ഒരു മനുഷ്യന്, ഒരു ഭയങ്കര പുടവയർ, രുദ്രാക്ഷമാല, അദ്ദേഹത്തിന്റെ ജഡയെന്നൊക്കെ പറഞ്ഞാൽ മൂപ്പൂറ്റി വരെയുള്ള ജഡ, ഇത്രയും ആകാര ഭംഗിയും അതുപോലെ ജഡയും. ഇദ്ദേഹം ഇങ്ങനെ ആനയെ പോലെ കയറി വന്നപ്പോ എൻ്റെ വൈഫ് എൻ്റെ പുറയിലേക്ക് അങ്ങ് മാറിയിട്ട്, അവൾ ഈ പൂജാരി ആയതുകൊണ്ട് ഈ ദേശത്തെ ഒരു വല്ലാത്ത ഒരു ശക്തിയായിരുന്നു അദ്ദേഹം. ഒരുപാട് ജനത്തിന് പേടിയുമാ, ഒരുപാട് ജനത്തിന് അതിന്റെ ദോഷങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹം അകത്തേക്ക് വന്നപ്പോ എൻ്റെ വൈഫ് എൻ്റെ പുറകിലോട്ട് വന്നിട്ട് എന്നെ സ്ക്രാച്ച് ചെയ്ത് എന്നെ മാന്തിയിട്ട് പറഞ്ഞ്, നമുക്കിത് വേണ്ട, നമുക്ക് എൻ്റെ ചെവിയിലൂടെ ഇന്ന് പറയാ, നമുക്കിത് വേണ്ട, നമുക്ക് വേണ്ട. ഞാൻ പറഞ്ഞു, നീ ചുമ്മാ ഇരിക്കെ. ഞാൻ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെന്നിട്ട് ഞാൻ ചോദിച്ചു, ഞാനൊരു ചർച്ച് ഫാദറാ, വാരത്തിൽ ഒരു ദിവസം ഒരു 2 മണിക്കൂർ എനിക്ക് വർഷിപ്പ് ചെയ്യാൻ ഈ റൂം തരാമോ എന്ന് ചോദിച്ചു. 2 മണിക്കൂർ, ഞായറാഴ്ച ഒരു 2 മണിക്കൂർ എനിക്ക് ഒന്ന് പ്രാർത്ഥിക്കണം, റൂം തരാമെങ്കിൽ ഞാൻ റൂം എടുക്കാമെന്ന് പറഞ്ഞു. പൈസയൊന്നും ഇല്ലാന്നേ, കയ്യിലൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ്. ഞാൻ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് വിശ്വാസത്താല് അപ്പന്റെ കരങ്ങളിൽ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, സമ്മതിച്ചു എന്ന് പറഞ്ഞു. കൃപയാല് ഞാൻ പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അരികിലേക്ക് നിന്നു, അദ്ദേഹത്തിന്റെ ഈ ഭാഗത്തേക്ക് കൈവച്ചു. ഞാൻ എൻ്റെ കൈ ഒന്ന്
ധൈര്യത്തോടെ അങ്ങ് വെച്ചു. കാരണം ദൈവം ആരാണെന്ന് നന്നായി കണ്ട ഒരാളാണ് ഞാൻ. പാമ്പുകളും തേളുകളും ശത്രുവിന്റെ സമസ്ത ബലവും ദൈവം ചവിട്ടി തകർക്കുന്നത് കണ്ടയാള്. കാരണം ഇന്നും സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിന്റെ കാലിന്റെ കീഴെ ചതച്ച് കളയും എന്ന് പറഞ്ഞാൽ, നിന്റെ കാലിന്റെ കീഴെ ദൈവത്തിന്റെ കാലുണ്ടെന്ന് അതിന്റെ അർത്ഥം. ചതച്ച് കളയും. അത് ദൈവം ചതയ്ക്കുന്നത് ഒത്തിരി കണ്ടയാള്. ഞാൻ അരികിലേക്ക് ചെന്നു, ഇവിടേക്ക് കൈവച്ചു. ഞാൻ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഞാൻ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിയപ്പെടും. വില കൊടുത്ത് നിൽക്കുന്നവർക്ക് അധികാരമുണ്ട്. എല്ലാവരുടെയും കാര്യം എനിക്കറിയത്തില്ല. വില കൊടുത്ത് നിൽക്കുന്ന വിശുദ്ധന്മാരുണ്ടല്ലോ, അവർക്ക് അധികാരമുണ്ട്. ഞാൻ ഒരു കാര്യം നിങ്ങളോട്, എൻ്റെ പ്രേക്ഷകരോട് പറയട്ടെ. ഈ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന പാവങ്ങളായ ദൈവാസന്മാരുണ്ട്. അവരുടെ അടുത്ത് ചുമ്മാ ഞോണ്ടാനും അവരെ സ്ക്രാച്ച് ചെയ്യാനൊന്നും പോകരുത്. കാരണം അവർ വല്ലാത്ത ഡീപ്പ് റിലേഷൻഷിപ്പ് ഉണ്ട് ദൈവം. അവരൊന്നും മിണ്ടത്തില്ല, അവരൊന്നും മിണ്ടത്തില്ല. പക്ഷെ അപ്പൻ അടങ്ങിയിരിക്കത്തില്ല. മോസസിന് വേണ്ടി അപ്പൻ ഇറങ്ങിയതുപോലെ, സംഖ്യാപുസ്തകം 12 ഇറങ്ങിയതുപോലെ അപ്പൻ, നിങ്ങൾ മൗനമായിരിക്കും, പക്ഷേ അപ്പൻ കൃപയാല് യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞു. അത്രയേ പറഞ്ഞോളൂ, ഒത്തിരി ഒന്നും പറയാനൊന്നും പോയില്ല. 2 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥന തീർത്തു. ഞങ്ങൾ ആ വാടക റൂമിന് അഡ്വാൻസ് കൊടുത്തു. ഞങ്ങൾ പോയി. പിറ്റേ ആഴ്ച ഞങ്ങൾ അവിടെ പ്രവേശിപ്പാൻ ദൈവം ഇടയാക്കി. സംഭവിച്ചത് പറയാം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ കരം വെച്ചു. ദൈവം മനുഷ്യനെ തൊട്ടു. ആ മനുഷ്യൻ തൊട്ടു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ മരണത്തോട് മല്ലിടുവാനിടയായി തീർന്നു. ചില ദേശങ്ങളിൽ ചിലതിനെ ദൈവം തൊടുന്നത് വേല ഉറപ്പിക്കാനാ. ദൈവം തൊട്ടു. ബാംഗ്ലൂർ എക്കമ്പോർഡ് മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി. വൺ സൈഡ് മുഴുവനും പാരലൈസ് ആയി മാറി. നാക്കിറങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ ജഡം മുഴുവനും കട്ട് ചെയ്തു. ഒരസ്ഥികൂടമായിട്ട് ഹോസ്പിറ്റലുകാർ പറഞ്ഞത് ഇനി സമയമില്ലല്ലോ, ഒരു 1-2 ആഴ്ച നിൽക്കും എന്ന് പറഞ്ഞു വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അദ്ദേഹത്തെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ പൂജാ റൂം, ഭയങ്കര റൂമാണ്, വലിയൊരു ഹാൾ. അതിനകത്ത് മൊത്തം ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ മധ്യത്തിൽ വെച്ച കട്ടിലിൽ അദ്ദേഹത്തെ ഇട്ടിരിക്കുക, മരണം നോക്കി നിൽക്കുക. അദ്ദേഹം പറഞ്ഞു, ആ ഫാദറിനെ എനിക്കൊന്ന് കാണണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. കൃപയാൽ ആ അമ്മ എന്നോട് വന്ന് പറഞ്ഞു, സ്വാമി വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞെന്ന് ആ സ്വാമി പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ 3 ദിവസം വെള്ളം കുടിക്കാതിരുന്നു ഉപവസിച്ച അപ്പച്ചാ. കാരണം അദ്ദേഹത്തിന്റെ 2 മക്കളും RSSകാരാണ്. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എൻ്റെ വൈഫ് പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. കൃപയാല് ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പൊ ഈ ദേശത്ത് വേല നടക്കണം, ഇവിടെ ദൈവത്തിന്റെ വിത്ത് വീഴണം. 3 ദിവസം വെള്ളം കുടിക്കാതെ ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് ഞാൻ പോയി. അടുത്ത് ചെന്നു. ഭയങ്കര ഒരു റൂമിനുള്ളില് സർവ സന്നാഹത്തോട് ഒരു മഹർഷിയുടെ റൂം എങ്ങനെയാണോ അതുപോലെ തന്നെ അതിനകത്തേക്ക് അദ്ദേഹത്തെ ഇട്ടിരിക്കുക. അദ്ദേഹം ചെറുതായിട്ട് വിരൽ വെച്ച് ഇങ്ങനെ ഒന്ന് കാണിച്ചു. ഞാൻ അരികിലേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ കട്ടിലിന്റെ ആ പടിയിൽ ഇരുന്നു. ഞാൻ പറഞ്ഞു, അപ്പച്ചോ ഒരു മിറാക്കിൾ ചെയ്യണം. എനിക്കൊരു വാക്ക് ആ സമയത്ത് ഓർമ്മ വന്നു. യേശു ഈ നാക്ക് സംസാരിക്കാത്ത വിക്കനായ എൻ്റെ അരികിൽ ചെന്നിട്ട് എഫദാ എന്നൊരു വാക്ക് പറഞ്ഞു. ഇതേ വാക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ഇവിടത്തേക്ക് കൈവച്ചിട്ട് എഫദാ എന്നൊരു വാക്ക് പറയാനിടയായി തീർന്നു. അത്രേ പറയൂ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ദേശത്ത് വേലയ്ക്ക് വേണ്ടി ഒരു മിറാക്കിൾ ചെയ്യണമെന്ന് പറഞ്ഞു. കൃപയാൽ വിളിച്ചു പറയട്ടെ, അദ്ദേഹത്തിന്റെ വായെ ദൈവം തൊട്ടു. പിറ്റേ ദിവസം തൊട്ട് അദ്ദേഹം സംസാരിച്ചു. ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. അതും നിമിത്തമാണ് അവിടെ വേല ആരംഭിപ്പാനിടയായി. കൃപയാല് ഒരു കൂട്ടം ജനം, എൻ്റെ ചർച്ച കന്നഡക്കാർ മാത്രമേ ഉള്ളൂ. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അവരെ മാത്രമാണ്. കാരണം നമ്മൾ നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രി എന്നും പറഞ്ഞ് നമ്മളെല്ലാം കേൾക്കാറുണ്ട്. അവിടെ ചെന്ന് കേരളത്തിൽ നിന്ന് വന്ന അവറാച്ചാനെയും ചാവത്തോമാച്ചനെയും സൂസമ്മയും അന്നമ്മയും എല്ലാം കൂടെ ചേർത്ത് ഒരു ചർച്ച ഉണ്ടാക്കിയിട്ട് നമ്മൾ പറയും നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രി എന്ന് പറയും. നമ്മൾ ദേശത്തോടും ദൈവത്തോടൊക്കെ കാണിക്കുന്ന വല്ലാത്ത ദോഷമാണ്.
ഒന്നും ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. കാരണം നമ്മളെ ഒരു ദേശത്ത് വിടുന്നത് ആ ദേശക്കാർക്ക് വേണ്ടിയാണ് വിടുന്നത്. നമുക്ക് 10 കുടുംബമേ ഉള്ളെങ്കിൽ 5 കുടുംബമേ ഉള്ളെങ്കിലും നമ്മളെ പോറ്റുന്നത് ദൈവമാണ്. അരച്ചാൻ വയറ് നിറയ്ക്കാൻ തമ്പുരാന് കഴിയുമല്ലോ. നമ്മുടെ ജീവനും ഭക്തിക്കും ഒക്കെ തരാൻ അദ്ദേഹത്തിന് കഴിയത്തില്ലേ? വിളിച്ചവൻ വിശ്വസ്തനല്ലേ? നമ്മളിരുന്ന് പ്രാർത്ഥിക്കുക, ബാക്കി കാര്യം ദൈവമാ ചെയ്യുന്നത്. കൃപയാല് ഒരു 10-30 കുടുംബങ്ങളെ ദൈവം എനിക്ക് നൽകാനിടയായി. ഒത്തിരി കുടുംബങ്ങൾ രക്ഷയിലേക്ക് വന്നു. അവർ ഇവിടുന്ന് പോയി കഴിയുമ്പോഴത്തേനും അവർ വിവിധ ഭാഗങ്ങളിലേക്ക് മാറി. ഒരുപാട് പേര് സിറ്റി ആയതുകൊണ്ട് വരും പോകും എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. പക്ഷെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് മുഴുവനും ദേശക്കാരെയാ. എനിക്ക് വേണ്ടത് ദേശക്കാരെയാ. ആ ദേശത്ത് കർണാടകയിൽ ദൈവം എന്നെ അയച്ചത് അവൻ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാനാണ്. എൻ്റെ ചർച്ചയിൽ ഒരുപാട് മിറാക്കിളുകൾ ഞങ്ങൾ കാണാറുണ്ട്. മിറാക്കിളുകൾ ദൈവം ഇറങ്ങി ചെയ്യുന്നതാണ് കാണുന്നത്. കാരണം ഗലാത്യ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, പരിശുദ്ധാത്മാവിനെ ധാരാളമായി ചെയ്ത വീര്യപ്രവൃത്തി ചെയ്യുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആമൻ പരിശുദ്ധാത്മാവിനെ ധാരാളമായി പകർന്ന് വീര്യപ്രവൃത്തി ചെയ്യുന്നു. ഇത് അവസാന സമയമാകുന്നത് കൊണ്ട് ആമൻ ശക്തിയേറിയ ആത്മപകർച്ച നടക്കും. വചനത്തിന്റെ വെളിപ്പാട് ശക്തമായി വ്യാപരിക്കും. വചനത്തിന്റെ ശക്തി വ്യാപരിക്കും. വചനത്തിന്റെ ആഴം വെളിപ്പെടും. ആ ആഴത്തിൽ തന്നെ മിറാക്കിളുകൾ നടക്കും. മിറാക്കിളുകൾ നടക്കും. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തിയാലും അവൻ സഭയെ ഉറപ്പിക്കേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയാകിയാൽ വേല ശക്തിയോട് ദൈവം ചെയ്യുന്നു. എന്തെങ്കിലും നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ നോർത്ത് ഇന്ത്യൻ മിഷനിൽ നിൽക്കുന്ന ആളാ. പ്രത്യേകിച്ച് ഭോപ്പാൽ, ഛത്തീസ്ഗഡ്, ആമൻ ബീഹാർ, അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഈ ഭാഗങ്ങളെല്ലാം ഞങ്ങൾ പോയി ആമൻ വില്ലേജുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാ. ആമൻ ഭോപ്പാലിലെ എൻ്റെ സ്നേഹിതൻ, ഇന്റിമേറ്റ് സ്നേഹിതനാ ആമൻ സൈമൺ പാസ്റ്റർ അവറുകൾ, സൈമൺ വർഗീസ് അവറുകള്. ആമൻ അദ്ദേഹത്തിന്റെ ഒരുപാട് വർക്കുള്ള മനുഷ്യനുമാണ്. കൃപയാൽ അദ്ദേഹത്തിന്റെ വർക്കിൽ ഇപ്പൊ ഒരുപാട് എണ്ണം ജയിലിലൊക്കെ ഉണ്ട്. പക്ഷേ ചർച്ച് ശക്തമായി വളരുന്ന ഒരു കാലഘട്ടമായി ഈ കാലഘട്ടം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതൊന്നും അങ്ങ് തളർന്നു പോയി, തണുത്തുപോയി, അങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ചിന്തിച്ച തെറ്റാത്. കാരണം ഇന്ന് ഇന്ത്യയുടെ സുവിശേഷം ചെയ്യുന്നത് ആമൻ ക്രിസ്ത്യൻസ് അല്ല, ഇരുട്ടിൽ നിന്ന് കയറി വന്ന ആമൻ ഇരുട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന ഒരു കൂട്ടം ജനമുണ്ട്. അവരുടെ കയ്യിലാ സുവിശേഷം ഇന്ന് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. കേരളക്കരയിലെ സുവിശേഷം നോക്കൂ. സുവിശേഷത്തിന് ചുക്കാൻ പിടിച്ചവർ മുഴുവനും ആമൻ അവിടുത്തെ ക്രിസ്ത്യാനി അല്ല. ആമൻ അവിടെ ഒരുവനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് മുഴുവനും ആമൻ ഹൈന്ദവ സമുദായത്തിൽ നിന്ന് പുറത്തു വന്ന സഹോദരന്മാരാ. പി വി ആശാരി ഉപദേശി എൻ്റെ ഏറ്റവും അടുത്ത ഒരാത്മീയ പിതാവ് പോലെ ഞാൻ സ്നേഹിക്കുന്ന ആളാ. വ്യക്തിപരമായ ആഴങ്ങളിൽ ബന്ധമുള്ളവരുമാ. അങ്ങനെ ഇതുപോലെ എത്രയോ പേര് അവരാ ഇന്ത്യയുടെ സുവിശേഷത്തിന് നിൽക്കുന്നത്. നോർത്ത് ഇന്ത്യയില് പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് ദമത്തരിയില് ഞങ്ങൾക്കൊരു സഹോദരനുണ്ട്. കർത്താവിന്റെ വേലയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഭ്രാന്തനായിരുന്ന മനുഷ്യന് ഏറിയ വർഷം 4-ാം വയസ്സ് തൊട്ട് അദ്ദേഹം പിശാചിനാൽ പിടിക്കപ്പെട്ട് ഭ്രാന്തനായി റോഡ് സൈഡില് ആമൻ വസ്ത്രം ഉടുക്കാതെയും ആമൻ കുളിക്കാതെയും പല്ല് തേക്കാതെയും സുബോധമില്ലാത്തവനായി നിൽക്കുമ്പോഴാ ദൈവശക്തി അവനിൽ ഇറങ്ങിയത് നിമിത്തം അവൻ സൗഖ്യമായി. അവൻ കർത്താവിൽ വന്നു. കൃപയാല് അവൻ കർത്താവിന്റെ വേലയിൽ വരുവാൻ ദൈവം ഭാഗ്യം നൽകി. ആ മനുഷ്യൻ ആരെ പ്രാർത്ഥിച്ചാലും ആ മനുഷ്യർക്ക് വിടുതല. അവൻ ആരെ തൊട്ടാലും അവിടെ സൗഖ്യം വ്യാപരിക്കും. അവൻ തന്നെ വില്ലേജിൽ കയറിപ്പോയി. ആമേൻ. എൻ്റെ അറിവനുസരിച്ചാണെങ്കിൽ ഏകദേശം ഒരു 10,000-3,000-4,000 പേര് ആ ഒറ്റ ഒരു പ്രിയപ്പെട്ടവൻ നിമിത്തം വിശ്വാസത്തിൽ വരാനിടയായി തീർന്നു. ഇതൊക്കെ വ്യക്തിപരമായി അറിഞ്ഞുകൊണ്ടാ പറയുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇന്ത്യയുടെ ഉണർവ് ആരംഭിച്ചു കഴിഞ്ഞു. കൂട്ടമായി പിടിക്കപ്പെടേണ്ട സമയമായി കഴിഞ്ഞു. കാരണം അപ്പോസ്തല പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം, പീഡനം വർദ്ധിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം. ആമേൻ. ജയിലുകളിൽ മുഴുവനും കൂട്ടമായി ദുരാത്മാവിളകുന്ന സമയമായി കഴിഞ്ഞു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല. അവിടെ അവരെ കയറ്റിയത് ചുമ്മാതല്ല. ചങ്ങലകളിൽ കിടക്കുന്നതും കൈവലങ്ങിൽ കിടക്കുന്നതും ആ ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ അവർ ചങ്ങലയിൽ അഴിഞ്ഞു വീണെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതുപോലെ പിശാചിനാൽ പിടിക്കപ്പെട്ട് ലോകത്തിനും രാഷ്ട്രത്തിനും ദേശത്തിനും സമൂഹത്തിനും അടക്കാനൊക്കാത്ത
വലിയ ക്രിമിനലുകളെ കൊണ്ടിടുന്ന സ്ഥലത്ത് വിശുദ്ധന്മാരെ കൊണ്ടുകയറ്റിയത് ചുമ്മാതാണെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. ആത്മശക്തി, ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അവരുടെ മേളിൽ ഒരു ആത്മശക്തി ഇറങ്ങും. ആത്മശക്തിയാൽ ആ കാരാഗ്രഹത്തിനുള്ളിൽ ദേശത്തിനടക്കാനൊക്കാത്ത വൻപൻ വ്യക്തികളെയും വ്യക്തിത്വങ്ങളെയും സ്വർഗം അടിച്ചു തകർത്തു കൊണ്ടുവന്നിട്ട് ശൗലുമാരെ പൗലോസാക്കിയതുപോലെ ദൈവശക്തിയുടെ മിന്നലാം വാളിറങ്ങി അവർ അവിടുന്ന് പുറത്തു വരും. ഇന്ത്യയുടെ സുവിശേഷത്തിന് അവരെ ദൈവം ഉപയോഗിക്കും. തികഞ്ഞ വെളിപ്പാടോടും ആത്മഭാരത്തോടും വേദനയോടും അകത്ത് കണ്ണുനീരോടുമായി ഇത് വിളിച്ചു പറയുന്നത്. കാരണം എൻ്റെ സഹോദരങ്ങൾ പലതും ജയിലിൽ കിടന്ന് കഷ്ടം അനുഭവിക്കുക. കാരണം നോർത്ത് ഇന്ത്യയിലെ തണുപ്പ് ചെറുതല്ല. അവർക്ക് ഇതുവരെയും വെയിലായിട്ടില്ല. അവിടെ ആർക്കും ഈ കൊടുത്ത കോച്ചി പിടിക്കുന്ന തണുപ്പില് തറയിൽ കിടന്ന പാവങ്ങള് അവരൊന്ന് വിട്ടിട്ട് ഒന്നിനെ സ്വീകരിച്ചതിനാൽ അവർ അനുഭവിക്കുന്ന വേദനയ്ക്ക് സ്വർഗം കൊടുക്കുന്ന ഉത്തരം ചെറുതല്ല. ജയിലുകളെ പൊളിച്ചും കാരാഗ്രഹങ്ങളെ പൊളിച്ചും രൂപാന്തരത്തിന് ശക്തി അവിടെ അയച്ചും അടുത്ത സുവിശേഷീകരണം എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് തുറന്നു പറയാൻ കഴിയും. ജയിലിൽ നിന്ന് പുറത്തു വരുന്ന കൊടും കുറ്റവാളികളായിരിക്കുന്നവർ, രൂപാന്തരപ്പെട്ടവർ വന്ന് ഇന്ത്യയുടെ സുവിശേഷം അവരുടെ കയ്യിലൂടെ ദൈവം ഇന്ത്യയിൽ ചെയ്തിരിക്കും. അനുഭവങ്ങൾ ചിലതും കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൻ നമ്മുടെ പക്വത നോക്കിയിട്ടേ ചിലത് ഏൽപ്പിക്കും. 5 വയസ്സുള്ള കുഞ്ഞിന്റെ കയ്യിൽ ആരും ബ്ലേഡ് കൊടുക്കാറില്ല. 15 വയസ്സുകാരൻ കരഞ്ഞാൽ കല്യാണം കഴിപ്പിക്കാറില്ല. നമ്മുടെ പുറത്തെ മനുഷ്യന്റെ പക്വതയല്ല വേണ്ടത്, അകത്തെ മനുഷ്യന്റെ പക്വത ആവശ്യമാണ്. അകത്തെ മനുഷ്യന്റെ പക്വത നമുക്ക് മനസ്സിലാകത്തില്ല, അദ്ദേഹത്തിന് മനസ്സിലാക്കും. പലർക്കും പല വിഷയത്തിനും മറുപടി ഇല്ലാത്തതിന്റെ മെയിൻ കാരണം അത് തരാൻ യോഗ്യനല്ല. എൻ്റെ മോൻ്റെ കയ്യിൽ ഞാനിപ്പോൾ 1000 രൂപ കൊടുക്കാറില്ല. അവന് 15 വയസ്സുണ്ടെങ്കിൽ ഞാൻ കൊടുക്കത്തില്ല. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ അത് വേസ്റ്റാ. അവന്റെ എൻജോയ്മെന്റാ അവന് വലുത്. പക്ഷെ എനിക്ക് എൻജോയ്മെന്റ് അല്ല, എനിക്ക് അതിനകത്തൊരു പ്രോജക്റ്റ് ഉണ്ട്. ദൈവം പലരെയും പലതും ഏൽപ്പിക്കാത്തത് നാം അതിലേക്ക് പക്വത ആയിട്ടില്ല. പക്വതയിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം, നീ ചോദിക്കണ്ട, നിന്റെ കയ്യിൽ പലതും ഏൽപ്പിക്കും. കൃപയാൽ എന്നെ ദേശത്ത് കൊണ്ടുവന്നു. ദൈവം പലതും നൽകുവാനിടയായി തീർന്നു. എന്തെല്ലാം കിട്ടിയാലും ഒന്നേ ചിന്തിക്കൂ, കർത്താവെ കാഹളം ധനിക്കുന്ന ആ സമയത്ത് കാഹളത്തിന്റെ ശബ്ദം കേൾക്കും. റാപ്ചറിന് മുമ്പ് എൻ്റെ അക്കൗണ്ടിൽ 1000 രൂപ പോലും കാണല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടെ എനിക്കുണ്ട്. കാരണം കൂട്ടിക്കൂട്ടി വെച്ചിട്ടൊന്നും നേടാനില്ല. നമ്മൾ വീട് പണിയുന്നതേ ചില കാര്യങ്ങളും കൂടെ ഇതിനകത്ത് സാക്ഷ്യമാണെങ്കിലും ചില ഒരു ഇൻഫർമേഷൻ കൂടെ കൊടുക്കണ്ടേ. നമ്മൾ വീട് പണിയുന്നത് നമുക്ക് ഉറങ്ങാനല്ലല്ലോ, മറ്റുള്ളവരെ കാണിക്കാനല്ലേ. ഞാൻ പച്ച മനുഷ്യനാ, എനിക്കിങ്ങനൊക്കെ പറയാനൊക്കോ. നമ്മൾ വീട് പണിയുന്നത് നമുക്ക് ഉറങ്ങാനല്ലല്ലോ. നമ്മൾ വാഹനം വാങ്ങുന്നത് നമുക്ക് യാത്ര ചെയ്യാനല്ല, നമ്മുടെ പത്രാസ് കാണിക്കാനല്ലേ. ഇതെല്ലാം തെറ്റാ. അപ്പം തരുന്ന നന്മയിലാ ഇതെല്ലാം നാം ചെയ്യുന്നത്. നമുക്ക് മനസ്സാന്തരവും വേണം. 1-2 അനുഭവം കൂടെ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു. ശോധനയിലൂടെ യാത്ര ചെയ്യുന്ന കാലങ്ങളിൽ ഓരോ നിമിഷങ്ങളും ദൈവം നടത്തുന്ന നടത്തിപ്പുകൾ ഭയങ്കരമാണ്. പ്രത്യേകിച്ചും ആത്മാക്കൾ സഭയിൽ നിന്ന് കാരണമില്ലാതെ വിട്ടുപോകുമ്പോൾ വല്ലാതെ വേദനയാണ്. ഒരാത്മാക്കൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ അറിയാം. ഒരാത്മാവ് വരെ നമ്മൾ എത്ര വർഷങ്ങളാ കരയുന്നതെന്ന് അറിയാമോ? ഒരെണ്ണം അകത്ത് വരുമ്പോൾ എന്ത് സന്തോഷമെന്നറിയാമോ? ഒരെണ്ണത്തിനെ സ്നാനപ്പെടുത്തി കഴിയുമ്പോൾ എത്ര സന്തോഷമെന്നറിയാമോ? കാരണമില്ലാതെ ചില സമയത്ത് പലരും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ സഭ 3-4 പ്രാവശ്യം അതുപോലെ വല്ലാതെ അങ്ങ് ഉറങ്ങി. ആ ഞുറുക്കം വന്നപ്പോൾ അപ്പൻ എന്നോട് പറഞ്ഞ കാര്യമാ, ആത്മാക്കൾ എൻ്റേത്, നീയും എൻ്റേത്, എത്ര തരണമെന്നും
എത്ര നിർത്തണമെന്നും ഞാനാ നിശ്ചയിക്കുന്നത്. ആ സമയത്ത് എൻ്റെ ഉള്ളിലെ ഭയങ്കര വേദന അങ്ങ് മാറി. ഒരെണ്ണം സഭയിൽ നിന്നൊക്കെ പോകുമ്പോൾ ഭയങ്കര വേദനയാണ്. കാരണം നമ്മുടെ കുഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്ന്, എൻ്റെ മോൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് പോലെ ഒരെണ്ണം സഭയിൽ നിന്നൊക്കെ വിട്ടുപോകുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന. ആത്മാക്കൾക്ക് വേണ്ടി കരയുക. ഇന്ത്യയുടെ ഉണർവിന്റെ സമയമായി. ജയിലുകൾ പാസ്റ്റർമാരെ കൊണ്ട് നിറയണം. അവിടെ ആരാധന വെളിപ്പെടണം. അവിടെ അടച്ചിട്ടവന്മാരുടെ ഇരിക്കുന്ന ഭൂതം മൊത്തം വിട്ടുമാറണം. അവന്മാര് മുഴുവനും അഭിഷേകം പ്രാപിക്കണം. ജയിലിൽ പോയി എന്നെ ജയിലിലാക്കി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കരയാനല്ല, അവിടെ പ്രാർത്ഥന ആരംഭിക്കണം. അന്ധകാര ശക്തിയെ വെട്ടണം. കാരണം രാഷ്ട്രങ്ങൾക്കും ദേശത്തിനും അടക്കാനൊക്കാത്ത സാധനങ്ങളെ അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. അവിടെ ആത്മാവിന്റെ ശക്തി ഇറങ്ങി കഴിയുന്നതോടുകൂടി ആമൻ അവരങ്ങ് സ്വതന്ത്രമാകും. അവർ യേശുവിനെ സ്വീകരിക്കും. അവർ സ്നാനപ്പെടും. അവർ ആത്മശക്തിയോട് പുറത്തു വരും. ഇന്ത്യയുടെ സുവിശേഷം അവരിലൂടെ ദൈവം ചെയ്യും. ഞാൻ ഈ സമയം ഒരു കാര്യം കൂടെ ഓർപ്പിച്ചു നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ സുവിശേഷീകരണത്തിനായി പ്രാർത്ഥന ആരംഭിക്കണം. എൻ്റെ ലക്ഷ്യം ഇന്ത്യയുടെ ഉണർവ. ഒരു ട്രാൻസ്ഫോർമേഷൻ ഇന്ത്യയിൽ വെളിപ്പെടും. അത് ഇന്ന് ഈ കാണപ്പെടുന്ന മെയിൻലാൻഡ് ചർച്ചിലോ, ഞാൻ അസംബ്ലീസ് കൊണ്ട് ഒരു സീനിയർ ഓർഡിനേഷൻ പാസ്റ്റർ, ഇവരിലൂടെ ഒന്നുമല്ലായിരിക്കും. ആരും അറിയാത്തതും ആർക്കും ഇഷ്ടപ്പെടാത്തതുമായ ഒരു കൂട്ടത്തെ കൊണ്ട് ദൈവം വില്ലേജ് മുഴുവനും ട്രാൻസ്ഫോർമേഷൻ ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഈ അപ്പോസ്തല പ്രവൃത്തിയിലെ ഏറ്റവും വലിയ ഉണർവ് കാണപ്പെടുന്നത് ശമരിയയിലെ ഉണർവ്, എഫസോസിലെ ഉണർവ്, കൊരിന്ത്യയിലെ ഉണർവ്. ഈ ശമരിയയിലെ ഉണർവ് എന്ന് പറഞ്ഞാൽ സാധാ ഉണർവല്ല. കാരണം യേശുവിന്റെ കാലഘട്ടത്തിൽ 12 ശിഷ്യന്മാരുമായിട്ട് പോകുന്ന സമയത്ത് യേശുവിനെ ശിഷ്യന്മാരെ തള്ളിയതാ. അപ്പോഴാ ശിഷ്യന്മാർ 12 പേരും കൂടെ പറഞ്ഞത്, ആ ആകാശത്ത് തീ ഇറക്കി ഇവന്മാരെ അങ്ങ് കത്തിക്കാന്ന്. അപ്പൊ യേശു തന്നെ അവരോട് പറഞ്ഞേ, ആമേ, അവരോട് പറയുക, ഞാൻ പ്രാണനെ നശിപ്പിക്കാനല്ല രക്ഷിപ്പാനാ വന്നത്. ഈ പറഞ്ഞ 12 പുള്ളികളെയും ശമരിയുടെ ഉണർവിനെ ദൈവം തൊട്ടിട്ടില്ല. ശമരിയുടെ ഉണർവ് അവരിലൂടെ അല്ല. ഇന്ത്യയിൽ കിടക്കുന്ന ഇതിനെ സ്നേഹിപ്പാൻ നിങ്ങളെ കൊണ്ട് കഴിയത്തില്ലെങ്കിൽ, ഇന്ത്യയിലെ ആദിവാസിയെ സ്നേഹിപ്പാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ലെങ്കിൽ, ഇന്ത്യയിലെ ഈ ബാക്ക്വേഡിനെ, കുളിക്കാത്തതിനെ നനയ്ക്കാത്തതിനെ സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ലെങ്കിൽ, അവരെയൊന്നും നമ്മളെ ഏൽപ്പിക്കത്തില്ല. ദൈവം നമ്മളെ ഏൽപ്പിക്കത്തില്ല. 12 അപ്പോസ്തലന്മാരെ ശമരിയുടെ ഉണർവിന് അയച്ചില്ല. ഒരു കുശിനിക്കാരനെ അയച്ചത്, ഒരു വെയിറ്ററിനെ ആ ദൈവം ഉപയോഗിച്ചത്. 12 അപ്പോസ്തലന്മാർ ഒരു മന്ത്രവാദിയെ സ്നാനപ്പെടുത്തിയിട്ടില്ല. ആ കുശിനിക്കാരൻ ഒരു മന്ത്രവാദിയെ സ്നാനപ്പെടുത്തുന്നത്. 12 അപ്പോസ്തലന്മാർ ഒരു മന്ത്രിയെ സ്നാനപ്പെടുത്തിയിട്ടില്ല. ആ കുശിനിക്കാരനാ ഈ മന്ത്രവാദിയെ ഒക്കെ സ്നാനപ്പെടുത്തിയത്. നമുക്ക് കുറച്ചും കൂടെ താഴാൻ ദൈവമക്കളെ. ഞാൻ ഉൾപ്പെടെ നിങ്ങളോടല്ല ഞാൻ പറയുന്നത്, ഞാൻ എന്നെയും കൂടെ പറയുന്നത്. നമുക്ക് താഴാം. റെയ്നാഡ് ബോങ്കയെ പോലെ ആഫ്രിക്ക പിടിക്കണമെങ്കിൽ ആ കറുത്ത വർഗ്ഗക്കാരെ മാർവോട് ചേർത്ത് പിടിച്ചതുപോലെ ഇന്ത്യയിലുള്ളതിനെ മാർവോട് ചേർത്ത് പിടിക്കുന്ന ഒരു പ്രതിഹൃദയം നമുക്കുണ്ടാകണം. ഒരു പ്രതിഹൃദയം. ഞാൻ യഥാർത്ഥത്തില് എൻ്റെ പെങ്ങളെന്ന് പറയാൻ ഞാൻ ഹൃദയം കൊണ്ട് പറയും. പക്ഷെ ഞാൻ കണ്ടിട്ടുമില്ല, അവരെന്നെയും കണ്ടിട്ടില്ല. ഫ്രാൻസിസ് ജോണിന്റെ സിസ്റ്റർ, കർത്താവിന്റെ ദാസി, വിലയേറിയ കർത്താവിന്റെ ദാസി ഫ്രാൻസിസ് ജോണിന്റെ സാക്ഷി ഞാൻ അരമറ്റുവിൽ കണ്ടത്. നിറഞ്ഞ കണ്ണുനീരോട്, ആത്മഭാരത്തോട് ആ പെങ്ങള് പറയുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ രൗളു വല്ലാതെ അങ്ങ് കരഞ്ഞു. ഇതുപോലുള്ളവരുടെ കയ്യിലാ ഇന്ത്യയെ ദൈവം കൊടുക്കുന്നത്. നോക്കിക്കോ, ഒരു കാലം കഴിയുമ്പത്തേന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ദൈവം അവരെ ശക്തമായി ഉപയോഗിക്കും. ഇതൊരു പ്രവചനമാണ്. കാരണം റെയ്നാഡ് ബോങ്കോ നമുക്കെല്ലാം ഇന്ന്, നമുക്ക് പോലും ഈ ആഫ്രിക്കൻസിനെ കാണുമ്പോൾ ദൂരത്തേക്കാ മാറുന്നത്. പക്ഷെ മാർവോട് ചേർത്ത് പിടിപ്പാൻ തയ്യാറായപ്പോൾ ആഫ്രിക്ക മൊത്തം ദൈവം അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ഉണർവ് നടക്കണമോ? കൃപാവരത്താൽ അല്ല, സ്നേഹത്താൽ. കൃപാവരത്താലല്ല, മാർവോട് ചേർക്ക്. അല്പജീവിതമല്ലേ നമുക്കുള്ളത്. സ്വല്പസമയം മുമ്പോട്ടെടുക്കുന്ന ശ്വാസം പുറകോട്ടെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഞാൻ 3 മരണത്തിൽ നിന്ന് പുറത്തു വന്ന ആളാ.
എനിക്കിത് ഗ്രേസ് പീരീഡാ. സ്നേഹിക്ക്. അവരെ നമുക്ക് നേടാൻ കഴിയും. അവർക്ക് വേണ്ടത് സ്നേഹമാണ്. ഒരപ്പന്റെ സ്നേഹം, ഒരമ്മയുടെ സ്നേഹം കൊടുക്ക്. അവരെ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കും. ഇന്ത്യയുടെ ഉണർവിന്റെ സമയമായി. നമുക്ക് ഒരുങ്ങാം. ഈ അവസരം ഒരുക്കിയ ആരോ മറ്റിരിക്കും. എൻ്റെ സാക്ഷ്യം മാത്രമല്ല, ചെറിയൊരു പ്രബോധനം ഇതിന്റെ മുമ്പിൽ ഞാൻ നൽകിയിട്ടുണ്ട്. ദയവായി ക്ഷമിക്കണം. കാരണം എനിക്ക് ഇന്ത്യയുടെ ഉണർവ് എൻ്റെ വിഷയമാണ്. ഇന്ത്യയിലെ ട്രാൻസ്ഫോർമേഷൻ എൻ്റെ വിഷയമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. അപ്പച്ച, ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളെ പൊള്ളിക്കണം, ഞങ്ങളെ പണിയണം. അങ്ങയുടെ രാജ്യത്തിന് കൊള്ളാവുന്നവരായി ഞങ്ങളെ പണിഞ്ഞെഴുന്നേൽപ്പിക്കണം. ഞങ്ങൾക്ക് ഇന്ത്യയെ വേണം. ദൈവമേ, ഗവൺമെന്റ് ഞങ്ങൾക്കെതിരല്ല, സിസ്റ്റം ഞങ്ങൾക്കെതിരല്ല. ഇതെല്ലാം ഞങ്ങളുടെ ചിന്താ മണ്ഡലമാണ്. ഞങ്ങൾ ഒരുക്കപ്പെടുന്നില്ല, അതാ വിഷയം. ഒരുക്കപ്പെടുവാൻ ഞങ്ങളെ ഒരുക്കിയെടുക്കണമേ. ഞങ്ങളുടെ വരവാസന്നമായിരിക്കുന്നു. അതിനും കൂടെ പോകാൻ ഞങ്ങളെ ഒരുക്കണം. ഞങ്ങളുടെ വേല വലുതാ, അതിനും കൂടെ ഞങ്ങളെ ഒരുക്കണം. യേശു നിയമിച്ചതുപോലെ ഞങ്ങളെ നിയമിക്കണം. യേശു അഭിഷേകം ചെയ്തതുപോലെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ ഒരിക്കൽ കൂടെ താഴ്ത്തുകയാണ്. എല്ലാ പ്രേക്ഷകരെ അനുഗ്രഹിക്കണം. വിശേഷിച്ച് കർത്താവെ, മക്കളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞാൻ ആമൻ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇരുട്ടിന്റെ ശക്തികൾ യേശുവിൻ നാമത്തിൽ തകർന്നു മാറട്ടെ. യേശുവിൻ നാമത്തിൽ ബോണ്ടേജുകൾ തകർന്നു മാറട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ശാപങ്ങളും തകർന്നു മാറട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജീവൻ പ്രവേശിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മിറാക്കിളുകൾ നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഗർഭപാത്രം തുറക്കട്ടെ കർത്താവേ. യേശുവിൻ നാമത്തിൽ തലമുറകൾ പുറത്തു വരട്ടെ. Be fruitful, and be multiply, fill the earth. സന്താനപുഷ്ടിയുള്ളവരായി പെരുകിക്കൊണ്ട് ഭൂമിയിൽ നിറയുവാൻ പിതാവിൻ പുത്രൻ പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ആത്മീയ മക്കളെയും ജഡപരമായ മക്കളെയും പിതാവിൻ പുത്രൻ പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നേ കർത്താവേ. ആത്മീയ മക്കളും പറക്കപ്പെടണം. മക്കളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ കരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ, സ്വർഗം അങ്ങനെ ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കാം. ജീവനുള്ള പിതാവേ, ആമേൻ. അവസരമൊരുക്കിയ കർത്താവിന്റെ ദാസനെയും ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവിൽ വന്ദനവും നന്ദിയും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണേ. നിങ്ങളുടെ വീട്ടിലൊരു മെമ്പറായി, നിങ്ങളുടെ സഹോദരനായി, നിങ്ങളുടെ അച്ചാച്ചനായി, നിങ്ങളുടെ സ്നേഹിതനായി എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോഷ ജോൺ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും ദൈവത്തിന്റെ പ്രത്യേക തിരഞ്ഞെടുപ്പും ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ദൈവദാസന്റെ ജീവിതത്തിലെ ബാല്യം മുതലുള്ളതായ ദൈവം നടത്തിയ അത്ഭുതകരമായ ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരുപാട് നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കുവാൻ ഈ അവസരം കർത്താവ് കൃപ ചെയ്തല്ലോ. സകല മഹത്വവും കർത്താവിന് കരയേറ്റുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ പശ്ചാത്തലത്തില് ജനിച്ച് വളർത്തപ്പെടുവാൻ കൃപ ഉണ്ടായി എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന അമ്മയും വല്യമ്മയും. തീമോഥെയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ വല്യമ്മച്ചിയിലുള്ളതായ ആ അഭിഷേകം കൊച്ചുമകനിലേക്ക് പകർന്ന് തീമോഥെയോസിന്റെ ജീവിതം ധന്യമായി തീർന്നതുപോലെ പ്രിയ കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിലും ആ വല്യമ്മയിൽ നിന്നും അമ്മയിൽ നിന്നും പകർന്നു ലഭിച്ചതായ ആ ഒരു പ്രാർത്ഥനാ ജീവിതം ഏത് പ്രതിസന്ധിയുടെയും, ഏത് തീച്ചൂളയുടെയും, ഏത് കരകവിഞ്ഞൊഴുകുന്നതായ നദിയുടെയും, ഏത് സങ്കീർണമായ സാഹചര്യങ്ങളുടെ നടുവിലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ കഴിവുള്ള ദൈവത്തിന്റെ സാന്നിധ്യവും ദൂതന്മാരുടെ സംരക്ഷണയും ദൈവം നമുക്ക് വേണ്ടി മുൻപിൽ യാത്ര ചെയ്യുന്നതായ ഒരുപാട് അനുഭവങ്ങളും ഒക്കെ
ആ പ്രാർത്ഥനയിലുടനീളം അനുഭവിച്ചറിയുവാൻ കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിൽ ദൈവം കൃപ ചെയ്തു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിലൂടെ നെളിച്ചു നിൽക്കുന്നതായ ഒരു വസ്തുത. കാരണം സ്വാഭാവികമായിട്ട് മാനുഷിക ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ആഗ്രഹിക്കാത്ത പല തലത്തിലേക്കും മണ്ഡലത്തിലേക്കും ഇറങ്ങിച്ചെല്ലണമെങ്കിൽ തീർച്ചയായിട്ടും മാനുഷിക ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ അത് എത്തിച്ചേരാൻ കഴിയത്തില്ല. പകരം യഹോസ്കേൽ അസ്ഥിത്താഴ്വരയിൽ ഇറങ്ങി നിന്നതുപോലെ ഇറങ്ങി നിൽക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞെങ്കിൽ മാത്രമേ ഇറങ്ങി നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരിക്കലും ഇറങ്ങാൻ പറ്റത്തില്ല. സ്തോത്രം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ആ മോറിയ മലയുടെ മുകളിൽ കയറാൻ. അത് ദൈവം പറഞ്ഞതുകൊണ്ടാണ് കയറാൻ പറ്റിയത്. ഒരു മനുഷ്യൻ പറഞ്ഞ്, തന്റെ ദാസന്മാര് പറഞ്ഞിരുന്നു, തന്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞായിരുന്നെങ്കിൽ ഒരിക്കലും അബ്രഹാമിന് കയറാൻ പറ്റത്തില്ല. താൻ നല്ല വാർദ്ധക്യത്തിലായിരിക്കുന്ന ഒരു മനുഷ്യനാണ്, ഒരിക്കലും അദ്ദേഹത്തിന് കയറാൻ കഴിയില്ല. പക്ഷെ ദൈവം പറഞ്ഞതുകൊണ്ട് കയറാതിരിക്കാനും കഴിയത്തില്ല. അതുപോലെ എത്ര സംഭവങ്ങളുടെ ഒരു വലിയൊരു നീണ്ട നിര തന്നെ തിരുവെഴുത്തുകളിൽ നമുക്ക് വ്യക്തികളെ എടുത്തു പറയുവാൻ കഴിയും. കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിലും അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലൂടെ ഇറങ്ങിച്ചെല്ലുവാൻ കർത്താവ് സഹായിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 14 വയസ്സ് വരെ സംസാരിക്കുവാൻ കഴിയാതെ വിക്ക് ആയുള്ള ഒരു നാവിനുടമയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം അവഗണനകൾ ആ ബാല്യത്തില് ഏറ്റിട്ടുണ്ട്. വേണ്ടതുപോലെ പഠിക്കുവാനോ സ്കൂളില് കൂട്ടുകാരോടൊപ്പം സമയം ചിലവഴിക്കുവാനോ കഴിയത്തില്ല. കാരണം വിക്കുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറഞ്ഞു ഫലിപ്പിക്കണമെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല. അത്ര സങ്കീർണമായ അനുഭവങ്ങളിലൂടെ ഒരു പക്ഷെങ്കിൽ ആ 14 വയസ്സ് വരെ കടന്നുപോയി. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആ ശരീരത്തിന്റെ മേൽ ഇറങ്ങിയപ്പോൾ ആ കെട്ട് അവിടെ ദൈവം അഴിച്ചു മാറ്റി. ആ നാക്കിന്റെ ബന്ധനത്തെ ദൈവം അഴിച്ചു. എന്നാൽ അത് അഴിച്ചതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഇരമ്യാവിന്റെ നാവിന്റെ മേൽ ദൈവം തൊട്ടതുപോലെ ആമേൻ സ്വർഗത്തിലെ ദൈവം തൊട്ടതാണെന്ന് ആമേൻ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതെ, അന്ന് പകർന്നതായ ആ ഒരു അഭിഷേകം അതൊട്ടും ചോർന്നു പോകാതെ ഇന്നയോളം കാത്തു സൂക്ഷിക്കുവാൻ, അനേക പ്രിയപ്പെട്ടവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ, അനേകരെ സത്യത്തിന്റെ പാതയിലേക്ക് നടത്തുവാൻ സർവശക്തനായ ദൈവം ഉപയോഗിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. വിവിധ ദേശങ്ങൾ, വിവിധ സംസ്കാരമുള്ള ജനങ്ങളുടെ ഇടയിൽ, വിവിധ പ്രതിസന്ധികളുടെ നടുവിൽ കടന്നു പോകുന്ന ജനം, പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ചില സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോലിയാത്തിന്റെ മുൻപിൽ ദാവീദ് നിന്നതുപോലെയുള്ള ചില അനുഭവങ്ങൾ ദൈവം ഫരമേൽപ്പിച്ചു. ആ ശുശ്രൂഷകളൊക്കെ ചെയ്തു. ഇസ്രായേലിനെതിരായി ശത്രുവായ സാത്താൻ ഓങ്ങി നിന്നതായ വാള് പിടിച്ചു വാങ്ങിച്ച് ആമേൻ ആ ഗോലിയാത്തിനെ ദാവീദ് നിഗ്രഹിച്ചതുപോലെ ചില മണ്ഡലങ്ങളെ നിഗ്രഹിച്ചുകൊണ്ട് പരാജയപ്പെടുത്തിക്കൊണ്ട് ആത്മീയ ശുശ്രൂഷയില് ഇന്ന് മുന്നേറുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ആ വിജയം എന്നും ആമേൻ അത് ദൈവത്തിന്റെ വിജയമായി, ദൈവത്തിന്റെ മഹത്വമായി എവിടെയും ദൈവം നിലനിർത്തട്ടെ. ദാവീദിന് ഒരു പേര് ദൈവം കൊടുത്തതുപോലെ ദൈവദാസനെയും കുടുംബത്തെയും ആ പട്ടണത്തിൽ ആ ദേശത്ത് നല്ല ഒരു പേര് ആമേൻ എന്നും നിലനിർത്തുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു. ഞാൻ ഒന്നുകൂടി ഇറങ്ങി പറയട്ടെ, അങ്ങനെ ഒരു പേര് ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി പിശാച് പരിശ്രമിച്ചു. പക്ഷെ സ്വർഗത്തിലെ ദൈവം ആമേൻ അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തതുപോലെ ആമേൻ ആ വാഗ്ദത്തത്തെ തടയുവാൻ പിശാച് ഒത്തിരി ശ്രമിച്ചെങ്കിൽ തക്ക സമയമായപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം ആമേന് ഒരു തലമുറയെ ഇറക്കി തന്നു. ആമേൻ കരങ്ങൾ ഫലമേൽപ്പിച്ചല്ലോ. അത് ആ പേര് നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ്. അതങ്ങനെ സംഭവിക്കട്ടെ. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യട്ടെ. ഇരുളിൽ നിന്ന് അനേകരെ ആമേൻ വെളിച്ചത്തിലേക്ക് ജീവങ്കിലേക്ക് നടത്തുവാൻ കർത്താവ് ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനേക പ്രിയപ്പെട്ടവർക്ക് ആമേന് ദേശത്തും വിദേശത്തും ഒക്കെ ഈ ഒരു സാക്ഷ്യം ആമേന് കേട്ട് ആമേൻ ദൈവദാസന്റെ ശുശ്രൂഷ അനുഗ്രഹമായി തീരുവാൻ ഉപകരിക്കട്ടെ എന്ന് ഞാൻ ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ദൈവദാസൻ ഒരു കാര്യം ഓർപ്പിച്ചോ, ആമേന് ഇന്ന് കുടുംബ ജീവിതത്തില് പ്രവേശിക്കുവാൻ ഇടയായി തീർന്നതായ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദിവസം കൂടിയാണെന്ന്. അതെ, കുടുംബ ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ ഒരുപാട് വലിയ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ടാണ് ജീവിതം ആരംഭം കുറിച്ചതെന്ന് പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞു. ആമേൻ. എന്നാൽ അതിനെ
പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്തുവാൻ കഴിവുള്ള അധികാരം കർത്താവ് ഫലമേൽപ്പിച്ചു. ഇന്ന് ഞാൻ ഓർക്കുകയാണ്, അങ്ങനെ ഒരു ദിവസം തന്നെ സാക്ഷ്യം പറയുവാൻ വേണ്ടി ഇന്ന് കർത്താവ് ക്രമീകരിച്ചു എങ്കിൽ അതിന്റെ പിന്നിലും ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ട് എന്നുള്ളതാണ്. സ്തോത്രം. കാരണം അങ്ങനെ ജയം ഭരിച്ച ഒരു സാക്ഷ്യം സർവ ജനത്തിന്റെയും മുൻപിൽ എത്തേണ്ടത് അനിവാര്യമായിരുന്നു. ഈ ഒരു അവസരം സ്വർഗത്തിലെ ദൈവം അതിനായി ഒരുക്കിയല്ലോ. തീർച്ചയായിട്ടും ദൈവദാസന്റെ സാക്ഷ്യം ഒരുപാട് പ്രിയപ്പെട്ടവർക്ക്, ദേശത്തും സ്വദേശത്തും വിദേശത്തുമുള്ളവർക്ക് വിടുതലിന് കാരണമായി തീരുമെന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. ദൈവസനം നമ്മൾ കേട്ടല്ലോ, ഇതൊരു ഉണർവിന്റെ കാറ്റ് വീശുന്ന ഒരു കാലഘട്ടമാണ്. ഇത് നമ്മുടെ അല്ലെങ്കിൽ ദൈവസഭയുടെ സമയമാണ്. പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള സമയമാണ്. പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ, എതിർപ്പുകൾ വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അവിടെയാണ് സ്വർഗത്തിലെ ദൈവം നമ്മുടെ മുൻപാകെ പ്രത്യക്ഷപ്പെടുന്നത്. അതുവരെ പരോക്ഷമായി നമ്മോട് സംസാരിച്ചിടപെട്ടു ദൈവം കൂടെ ഇരുന്നു എങ്കിൽ പ്രതിസന്ധിയും പ്രശ്നവും നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയാതെ വണ്ണം നമ്മൾ അതിനാൽ വലിച്ചെറിയപ്പെടുമ്പോൾ അവിടെ നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ കാലയളവാണ് ഏറ്റവും ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്ന സമയമെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എത്രയോ ഭക്തന്മാർ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞു. ഉദാഹരണം പറഞ്ഞാൽ ഹനന്യാവ്, അസരിയേൽ, മീശായിൽ, എബ്രായ ബാലന്മാര് അതുപോലെ അവർ വിളിച്ചു പറഞ്ഞ ദൈവത്തെ വെളിപ്പെടുത്തിയത് അവർ ആ തീയിൽ എറിയപ്പെട്ടപ്പോഴാണ്. സ്തോത്രം. ദാനിയേല്, ആ യുവാവ് സിംഹക്കുഴിയിൽ എറിയപ്പെട്ടപ്പോഴാണ് ദാനിയേലിന്റെ ദൈവമെന്ന് അവിടെ തെളിയിക്കപ്പെടുവാൻ ഇടയായി തീർന്നത്. നമ്മുടെയൊക്കെയും ജീവിതത്തില് പ്രശ്നങ്ങളും സങ്കീർണമായ സാഹചര്യങ്ങളും കടന്നു വരുമ്പോൾ അതിന്റെ നടുവിൽ നമ്മൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ജീവിതവും അതിന് മുഖാന്തരമായി തീരട്ടെ. ഈ സാക്ഷ്യം പലരുടെയും ജീവിതത്തിൽ കണ്ണു തുറക്കുവാനും പല വിഷയങ്ങൾക്കും വിടുതലിന് കാരണമായി തീരുവാൻ, ദൈവത്തെ ദൈവമെന്ന് തിരിച്ചറിഞ്ഞ് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ മുഖാന്തരമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആകയാൽ നിങ്ങൾ കേട്ട ശേഷം ദൈവസന്നിധിയിൽ നിങ്ങൾ സമർപ്പിക്കുക. കർത്താവിന് പ്രയോജനമുള്ളവരായി തീരുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങുക. വചനപ്രകാരം ജീവിക്കുവാൻ ദൈവസന്നിധിയിൽ ക്രമീകരണങ്ങൾ ഉണ്ടാകുവാൻ ഇത് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കേട്ട ശേഷം ഈ സാക്ഷ്യം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. മറന്നു പോകരുത്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമെന്ന് ഈ സാക്ഷ്യത്തിലൂടെ അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് വിടുതൽ പ്രാപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ മുഖാന്തരമായി തീരട്ടെ. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കാവുന്ന വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷിച്ച് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്കും പങ്കാളികളാകാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.